ഹായ് ഫ്രണ്ട്സ്, എന്റെ പേര് വിഷ്ണു. ഞാനൊരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഇപ്പോ എറണാകുളത്ത് ഒരു പ്രൈവറ്റ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. അതിനുമ്പ് വർക്ക് ചെയ്തിരുന്നത് മണപ്പുറം ഫൈനാൻസിലായിരുന്നു. അവിടെ ആ മണപ്പുറം ഫൈനാൻസിന്റെ സബ്സിഡറി കമ്പനി ആശീർവാദ് മൈക്രോ ഫൈനാൻസിൽ കോർ ഫൈനാൻസിലെ ടീം ലീഡ് ആയിരുന്നു. അതിനു മുമ്പ് തൃശ്ശൂര് ഒരു CMA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു 3 to 4 years ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അത് കൂടാതെ പല കോളേജസിലും, ഒന്ന് രണ്ട് കോളേജസിൽ അവര് നോർമൽ BComന്റെ ഒപ്പം തന്നെ CA ക്ലാസ് കണ്ടക്ട് ചെയ്തിരുന്നു. അവിടെ CA ക്ലാസ്സസ് എടുത്തിട്ടുണ്ട്. എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റുള്ള ഒന്നാണ് കോസ്റ്റിംഗ് ആൻഡ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. എനിക്ക് CA ഇന്റർമീഡിയറ്റ് ലെവലിലും ഫൈനൽ ലെവലിലും അത്യാവശ്യം നല്ല രീതിയിൽ സ്കോർ ചെയ്തുകൊണ്ട് മറ്റ് സബ്ജക്റ്റുകളിലെ കുറവുകൾ നികത്താൻ സഹായിച്ച ഒരു സബ്ജക്റ്റ് ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ആവണം എന്ന് വിചാരിക്കുന്നു. പലരും അത് ബുദ്ധിമുട്ടാണ് എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷെ അങ്ങനെ നമുക്കങ്ങനെ ഒരുപാട് ടെൻഷൻ അടിക്കാനുള്ള അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഒന്നും ഇല്ല. ഇത് ഞാൻ കോസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു പ്രോബ്ലം കാണുമ്പോൾ അതിനെ ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം ആയിട്ട് അതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം, അത് അല്ലെങ്കിൽ മാർക്കിനെ എഫക്ട് ചെയ്യും, അങ്ങനെയൊന്നും നമ്മൾ ആലോചിക്കരുത്. നമ്മൾ കോസ്റ്റിംഗ് പഠിക്കുന്ന സമയത്ത് ആലോചിക്കേണ്ടത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഇഫ് ഞാനാണ് എന്റെ ഏറ്റവും വലിയ തിങ്കിങ് പോയിന്റ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്, ഇഫ് ഞാനാണ് ബിസിനസ് ഓണർ എന്ന് വിചാരിക്കുക. ഞാനാണ് ബിസിനസ് ഓണർ എങ്കിൽ ഞാൻ എങ്ങനെ ആ ഒരു പ്രോബ്ലത്തെ നേരിടും, അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂവിന് ഞാൻ ഡിസിഷൻ എടുക്കാനായിട്ടുള്ള ഡാറ്റ ഞാൻ എങ്ങനെ ഡിറൈവ് ചെയ്യും. എനിക്കൊരു സൊല്യൂഷൻ വേണം. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യും? ആസ് എ ബിസിനസ് ഓണർ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചിന്തിക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സൊല്യൂഷൻ വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കും എന്നുള്ളത്. പലരും അത് ചെയ്യുന്നില്ല. ക്വസ്റ്റ്യൻ കാണുന്നു, ഫിഗേഴ്സ് കാണുന്നു, പേടിക്കുന്നു, കഥം. എക്സാം കഴിഞ്ഞു, അറ്റംപ്റ്റ് പോകും. അപ്പം അതല്ല. അപ്പൊ ഞാനിപ്പോ ഇതൊരു ഡെമോ ക്ലാസ് ആണ്. ഈ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഓവർ ഹെഡ്സ് ആണ്. സോ ഈ ടോപ്പിക് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിളിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. മജോറിറ്റി ഓഫ് ദം ഞാൻ എന്റെ കയ്യിൽ നിന്നിടുന്ന എക്സാമ്പിൾസ് ആണ്, ആ കൺസെപ്റ്റ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആക്ച്വൽ ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ്, എക്സാം പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്യാം. Now this is a demo class just to make you understand the conceptual clarity of overhead. So നമുക്ക് അതൊന്ന് നോക്കാം, അതിലേക്കൊന്ന് പോവാം. ആൻഡ് ഒറ്റ പ്രോമിസ് ആണ് നിങ്ങൾ എനിക്ക് തരേണ്ടത്. ഇത് ഈ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ആണ് ബിസിനസ് ഓണർ, നിങ്ങളുടെ പ്രശ്നമാണെന്ന് വിചാരിക്കുക. സോ ഹൗ വിൽ യു തിങ്ക്, ഹൗ വിൽ യു സോൾവ്, അതിന് നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിക്കും, ഹൗ വിൽ യു അനലൈസ് ദ ഡാറ്റ, ആ ക്വസ്റ്റ്യനിൽ നിന്നുള്ള ഡാറ്റ നിങ്ങൾ എങ്ങനെ അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഡിസിഷന് വേണ്ട ഡാറ്റ എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കാം. അത്രേ ഉള്ളൂ. സോ നമുക്ക് ഒരു സിമ്പിൾ എക്സാമ്പിളിലൂടെ വിൽ ട്രൈ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഫ്യൂ തിങ്സ്. ഡോണ്ട് എക്സാമിനെ കുറിച്ചോ കൺസെപ്റ്റിനെ കുറിച്ചോ ഒന്നും ആലോചിക്കേണ്ട. ജസ്റ്റ് ഫോക്കസ് ഓൺ ദിസ് എക്സാമ്പിൾ. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിനെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ഇറ്റ്സ് എ പ്രാക്ടിക്കൽ സിനാരിയോ എന്നുള്ള രീതിയിൽ നിൽക്കുക. If this is a practical scenario, how will you think? Overheadsഉം കോസ്റ്റിംഗും ഒക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. ലെറ്റ്സ് ഡു ദാറ്റ്. ഓക്കെ, ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഇമാജിൻ നിങ്ങൾക്ക് ഒരു ഫാക്ടറി ഉണ്ട് വിചാരിക്കാം. ഇമാജിൻ യു ഹാവ് എ ഫാക്ടറി. ഈ ഫാക്ടറിയിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ പെന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഫാക്ടറിയിൽ എന്താ മാനുഫാക്ചർ ചെയ്യുന്നത്? പെന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. പെൻ മാനുഫാക്ചർ ചെയ്യാനായിട്ട് അതിന്റെ ഏതൊരു ഫാക്ടറിക്ക് ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവും അല്ലേ? അപ്പോ ഈ ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 യൂണിറ്റ്സ് ആണ്. 1,00,000 യൂണിറ്റ്സേ ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ 1,00,000 യൂണിറ്റ്സ് പെർ ആനം. 1,00,000 യൂണിറ്റ്സ് പെർ ആനം ആണ് ഈ ഫാക്ടറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ 1,00,000 യൂണിറ്റ്സ് പെർ ആനം കപ്പാസിറ്റി ഉള്ള ഒരു ഫാക്ടറി നിങ്ങൾ റൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഒരു വർഷം 1,00,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ആൻഡ് നിങ്ങൾ പേനയാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് എപ്പോഴൊക്കെയാണോ ഓർഡർ വരുന്നത് അപ്പോഴൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോ ഇമാജിൻ നിങ്ങൾക്കൊരു ഓർഡർ തരികയാണ്, നിങ്ങളോട് പറയണം ഒരു 10,000 പെൻ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം. നമ്മൾ നോർമൽ സ്റ്റാൻഡേർഡ് പെൻ വരെ കസ്റ്റമൈസ്ഡ് പെന്നാന്ന് വിചാരിച്ചോളൂ. പെൻ ഉണ്ടാക്കുക. അതായത് ഇപ്പൊ നിങ്ങൾ ചില ഓർഗനൈസേഷനിൽ കണ്ടിട്ടില്ല, അവിടെ യൂസ് ചെയ്യണ എംപ്ലോയീസ് ഒക്കെ ആ ഓർഗനൈസേഷന്റെ പേരും ഇതൊക്കെയുള്ള പേരും മറ്റൊരു ലോഗോയൊക്കെ ഉള്ള പെന്നായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ നിങ്ങൾ അവരെ റിക്വയർമെന്റ് അനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പെൻ ഉണ്ടാക്കി കൊടുക്കുന്ന ആ ഫാക്ടറിയാണ്. അപ്പൊ ഒരു ടീം വന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഒരു 10,000 പെൻ വേണം, അല്ലെങ്കിൽ 10,000 പെന്ന് ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ എത്ര രൂപ അയാൾ ഇത് മേടിക്കണം എന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എത്ര രൂപ? അപ്പൊ അയാൾ ചോദിക്കണേ ഒരു പേനയ്ക്ക് ഞാൻ എത്ര തരണം? അത് നമ്മൾ മറുപടി പറയണല്ലോ, ഒരു പേനയ്ക്ക് ഞാൻ ഇത്ര രൂപയ്ക്കാണ് ഞങ്ങൾ സെല് ചെയ്യുന്നത്. ഈ എത്ര രൂപയ്ക്ക് നമ്മൾ ആ പേന വിൽക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കോസ്റ്റും ആ കോസ്റ്റുമേ നമുക്ക് കിട്ടുന്ന മാർജിനുമാണ്. അപ്പോ ഒരു ഓർഡർ വന്നാൽ അത് എങ്ങനെ പ്രൈസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഫസ്റ്റ് അതിന്റെ കോസ്റ്റ് എലമെന്റ്സ് നോക്കണം, അല്ലെ? അപ്പൊ നമ്മൾ ഇനി സാധാരണ പക്ഷെ നമ്മൾ ചെലവ് നോക്കണം. ചെലവ് നോക്കിയാലാണ് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്ന് അറിയാൻ പറ്റുള്ളൂ, നമ്മുടെ മാർജിൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിന്റെ ചെലവുകൾ നമുക്കൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഡയറക്റ്റ് മെറ്റീരിയൽ. 3 per യൂണിറ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് എത്രയാ? ഒരു പേന ഉണ്ടാക്കാനായിട്ട് നമുക്കറിയാം, ഇത് ഒരു പേനയാണെങ്കിൽ ഈ പേന ഉണ്ടാക്കാനായിട്ടുള്ള മെറ്റീരിയൽ കോസ്റ്റ്, ഇതിന്റെ മെറ്റീരിയൽസ്, ഇതിന്റെ ഉള്ളിൽ ഇങ്ക്, ട്യൂബ്, ഇതിനൊക്കെ വരുന്ന കോസ്റ്റ് 3 രൂപയോളം നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വരും. ഇനി ലേബർ കോസ്റ്റ് എത്ര വരും? ഇതുണ്ടാക്കാനായിട്ട് ലേബർ കോസ്റ്റ് 2 രൂപ പെർ യൂണിറ്റ്. ലേബർ കോസ്റ്റ് നമുക്ക് എത്ര വരും? 2 രൂപ പെർ യൂണിറ്റ് വരും. നമ്മൾ ചെലവുകൾ ഉള്ളതാണ്. അപ്പോ നമ്മുടെ ചെലവുകൾ എഴുതുവാണ് നമ്മൾ എന്തൊക്കെയാണ് വരുന്നതെന്നുള്ളത്. Then we have direct expense 1 per unit. അപ്പോ ഇൻ ഷോർട്ട് 3 രൂപ നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ എക്സ്പെൻസ് വരും, 2 രൂപ ലേബർ കോസ്റ്റ് വരും, 1 രൂപ ഡയറക്റ്റ് എക്സ്പെൻസ് വരും. അങ്ങനെ ടോട്ടൽ നമുക്ക് വരുന്നത് 6 പെർ യൂണിറ്റ് ആണ്. 6 രൂപ പെർ യൂണിറ്റ് നമുക്ക് ഡയറക്റ്റ് കോസ്റ്റ് വരും. അതായത് ഞാൻ ഒരു പേന ഉണ്ടാക്കി എനിക്ക് വരുന്ന കോസ്റ്റ് എത്രയാ? 6 രൂപ. 2 പേന ഉണ്ടാക്കുകയാണെങ്കിൽ 12 രൂപ. 3 പേന ഉണ്ടാക്കുകയാണെങ്കിൽ 3 × 6 18 രൂപ. സോ അങ്ങനെ ഓരോ പെന ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ എക്സ്പെൻസ് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇതിനെ നമ്മൾ വാരിയബിൾ എക്സ്പെൻസ് ആണ് ഇതൊക്കെ, അല്ലെ? വാരിയബിൾ എക്സ്പെൻസ് വിച്ച് മീൻസ് ഓരോ യൂണിറ്റ് ഉണ്ടാക്കുന്നതിനനുസരിച്ച് ഈ എക്സ്പെൻസ് മാറും. ഇനി ഒരു പേന ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരു ഫാക്ടറി ഉണ്ടാവുമല്ലോ. ആ ഫാക്ടറി ഉണ്ടാവും, ആ ഫാക്ടറിയിൽ വയറിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, മീൻസ് ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ അവിടെ എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതിനൊക്കെ വേറെ കുറെ ചെലവുകൾ നമുക്കുണ്ട്, അല്ലെ? നമുക്ക് ഈ ഫാക്ടറി റൺ ചെയ്യാൻ വരുന്ന അതർ എക്സ്പെൻസസ്, ഞാൻ ഒരുപാട് എക്സ്പെൻസസ് എഴുതുന്നില്ല, കൺഫ്യൂസിങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. സോ ലെറ്റ്സ് ജസ്റ്റ് റെന്റ് കൊടുക്കണം. ഒരു ഫാക്ടറി ഉണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? റെന്റ് കൊടുക്കണം. അപ്പൊ അവർക്കൊരു ഫാക്ടറി ഉണ്ട്, 5000 സ്ക്വയർ ഫീറ്റ് ആണ് ഫാക്ടറിയുടെ ഏരിയ. റെന്റ് വരുന്നത് 50,000 പെർ ആനം. റെന്റ് എത്രയാണ് വരുന്നത്? 50,000 പെർ ആനം ആണ് അവർക്ക് ഫാക്ടറി വരുന്നത്. സോ ഞാനിവിടെ ഒന്ന് സ്പെസിഫൈ ചെയ്തേക്കാം. ഫാക്ടറി റെന്റ് 5000 സ്ക്വയർ ഫീറ്റ് 50,000 രൂപ പെർ ആനം ആണ് ഇവർക്ക് റെന്റ് വരുന്നത്. ആൻഡ് ഫാക്ടറി ആകുമ്പോൾ കുറെ ലൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടാവും, അല്ലെ? സോ നമുക്ക് ലൈറ്റിംഗ് ചാർജസ് നമുക്ക് 25,000 രൂപ പെർ ആനം ആണെന്ന് വിചാരിക്കാം. ലൈറ്റിംഗ് ചാർജസ് എത്രയാണ് വരുന്നത്? 25,000 രൂപ പെർ ആനം. ഇനി അവിടെ സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെ? ഈ സ്റ്റാഫിന് വെൽഫെയർ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് പ്രൊഡക്ഷനിലുള്ള എംപ്ലോയീസിനാണ്. പ്രൊഡക്ഷനിലുള്ള സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസസ് വരുന്നത് 30,000 പെർ ആനം. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താ? ഈ എക്സ്പെൻസസ് ഒക്കെ ഞാൻ ഈ വർഷം 10 പേന വിറ്റാലും അല്ലെങ്കിൽ ഈ വർഷം നമ്മൾ 20 പേന വിറ്റാലും നമുക്ക് വരുന്ന എക്സ്പെൻസസ്, ഈ ഫിക്സഡ് എക്സ്പെൻസസ് സെയിം ആയിരിക്കും, അതിൽ മാറ്റമൊന്നും വരില്ല.
അപ്പോ ഒരാള് അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ എക്സ്പെൻസസ് എന്താണ്? ഫിക്സഡ് എക്സ്പെൻസസ്. അപ്പോ നമുക്കൊരു ഓർഡർ വരികയാണ്, നേരത്തെ പറഞ്ഞ പോലെ 10,000 പെന്നിന്റെ ഓർഡർ വന്നു. നിങ്ങൾ എത്ര രൂപയ്ക്ക് ഇത് വിൽക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ മൊത്തം കോസ്റ്റിന്റെ 25, നിങ്ങൾക്ക് ലാഭം വേണ്ടത്, ഓക്കെ, നിങ്ങളുടെ ഒരു കമ്പനിയുടെ പോളിസി നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ലാഭം വേണ്ടത് കോസ്റ്റിന്റെ മാർജിൻ, ലാഭത്തിന് വിളിക്കണ വേറൊരു പേരെന്താ? മാർജിൻ. മാർജിൻ വേണ്ടത് കോസ്റ്റിന്റെ 25% ആണ് മാർജിൻ വേണ്ടത്. അപ്പോ എത്ര രൂപയ്ക്ക് വിൽക്കണം? കോസ്റ്റ് പ്ലസ് സെൽ. അപ്പൊ നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് പ്ലസ് മാർജിൻ. ഇനി മാർജിൻ നമുക്കറിയാം, എന്താ മാർജിൻ? കോസ്റ്റിന്റെ 25%. കറക്റ്റ്. അപ്പൊ എന്താ കോസ്റ്റ്? പേന ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാ നോക്കാം നമുക്ക്. ഡയറക്റ്റ് മെറ്റീരിയൽ 10,000 പേനയ്ക്ക് എത്ര രൂപ വെച്ചിട്ടാ? 3 രൂപ പെർ പെൻ. അപ്പൊ എത്ര വന്നു? 30,000. സിമിലർലി ഡയറക്റ്റ് ലേബർ 10,000 പേനയ്ക്ക് 2 രൂപ വെച്ച് 20,000. ഡയറക്റ്റ് എക്സ്പെൻസ് 10,000 പേനയ്ക്ക് 1 രൂപ വെച്ച് 10,000. ടോട്ടൽ 60,000 രൂപ. ഇതെന്ത് കോസ്റ്റാ? വാരിയബിൾ കോസ്റ്റ് വന്നു നമുക്ക്. ടോട്ടൽ വാരിയബിൾ കോസ്റ്റ് ഇൻക്ലൂഡിങ് മെറ്റീരിയൽ, ലേബർ ഒക്കെ. നമ്മൾ മെറ്റീരിയൽ കോസ്റ്റ് പ്ലസ് ലേബർ കോസ്റ്റിനെ വിളിക്കുന്ന വേറൊരു പേരുണ്ട്, എന്താ അറിയോ? പ്രൈം കോസ്റ്റ്. സോ പ്രൈം കോസ്റ്റ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് വരുമ്പോ നമുക്ക് എത്ര വരുന്നു? 60,000 റുപ്പീസ് നമുക്ക് മൊത്തം എക്സ്പെൻസ് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ലല്ലോ കോസ്റ്റ്. നിങ്ങളുടെ 50,000 രൂപ ഫാക്ടറി റെന്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ലൈറ്റിംഗ് ചാർജസ് 25,000 കൊടുക്കുന്നുണ്ട്. വെൽഫെയർ ആക്ടിവിറ്റീസിന് 30,000 നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പോ ഇത്രയും കാശ് നമ്മൾ ചെലവാക്കുന്നുണ്ട്. അപ്പൊ അതും കോസ്റ്റിന്റെ ഭാഗമാണ് അല്ലെ? അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മുടെ പ്രശ്നം എന്താ? 10,000 പേനയ്ക്ക് ഇത് ഈ 50,000 എന്ന് പറഞ്ഞാൽ ഞാൻ 1 വർഷം കൊടുക്കുന്നതാ. 25,000 1 വർഷം കൊടുക്കുന്നതാ. വെൽഫെയർ എക്സ്പെൻസ് 30,000 ഞാൻ 1 വർഷം കൊടുക്കുന്നതാ. 10,000 പേനയ്ക്ക് മാത്രമുള്ള ചെലവല്ലല്ലോ. അല്ല. ശരി. അപ്പോ നമ്മൾ എങ്ങനെ ഈ ഓവർഹെഡ്സിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കും? ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫിക്സഡ് എക്സ്പെൻസസ് ഓർ ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ്. ഇവിടെ ഇത്രയും കോസ്റ്റ് 50,000 പ്ലസ് 25,000 പ്ലസ് 30,000 ഈ വരുന്ന എക്സ്പെൻസസ് നമ്മൾ ഈ ഓർഡറിന്റെ കോസ്റ്റ് കാണാൻ ചാർജ് ചെയ്യണമല്ലോ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ അത് കണ്ടുപിടിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് 50,000 നമ്മൾ അതല്ലേ ചെയ്യാം. നമ്മുടെ ചെലവ് എത്രയാവുന്ന ആഡ് ചെയ്യൂ. 50, 25, 75,000, 70,000 പ്ലസ് 30,000, 1,05,000. ഫീസ് 1,05,000 പെർ ആനം ആണ് നമ്മുടെ ഫിക്സഡ് ഓവർ ഹെഡ്സ് വരുന്നത്. അപ്പോ ഇത് എങ്ങനെ നമ്മൾ ഈ 10,000 പേനയുടെ ഓർഡറിലേക്ക് അപ്പോർഷൻ ചെയ്തെടുക്കും? നമ്മുടെ ഓർഡർ എത്രയാ വന്നിട്ടുള്ളത്? 10,000 പെന്നാണ്. നോക്കുക, ഫാക്ടറിയിലെ കപ്പാസിറ്റി എത്രയാ? ഫാക്ടറിയുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എത്രയാ? ഫാക്ടറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 1,00,000 യൂണിറ്റ്സ് ആണ്. 1,00,000 യൂണിറ്റ്സ് പെർ ആനം ആണ്. അപ്പോ നമുക്ക് ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് ഏകദേശം ഒരു യൂണിറ്റിന് വരുന്ന കോസ്റ്റ് 1,05,000 ഡിവൈഡഡ് ബൈ 1,00,000 എത്ര വരിക? 1,05,000 divided by 1,00,000. 1.05. നിങ്ങൾ എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, എക്സാമിനൊക്കെ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ മനക്കണക്ക് ചെയ്യുക പറയില്ലേ, ആ സാധനം പരമാവധി ഒഴിവാക്കുക. കാരണം നമ്മൾ എത്ര ബ്രില്യന്റ് ആണെങ്കിലും ചില സമയത്ത് നമ്മുടെ ഫിഗർ തെറ്റിപ്പോകും. അപ്പൊ ഫിഗർ ഇപ്പൊ ഞാൻ 1.05 എഴുതുന്നതിന് വരെ 1.5 എഴുതി വിചാരിക്കുക, അവിടെ നമ്മുടെ ആൻസർ തെറ്റും. പിന്നീട് അങ്ങോട്ട് കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ പോലും ഫൈനൽ ആൻസർ കറക്റ്റ് ആയിട്ട് വരില്ല.
സോ എപ്പോഴും കാൽക്കുലേറ്റർ മാക്സിമം യൂസ് ചെയ്യുക. ചെറിയ ചെറിയ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ പെട്ടെന്ന് ചെയ്തു പോക്കോളൂ. അല്ലാത്ത കമ്പ്യൂട്ടേഷൻസിനൊക്കെ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, സോ 1.05 പെർ യൂണിറ്റ്. അപ്പോ ഒരു ഒരു ഫാക്ടറിയിൽ 1,00,000 പേനയാണ് ഉണ്ടാക്കുക. ആ ഫാക്ടറിയിൽ ഒരു വർഷം വരുന്ന ഫിക്സഡ് എക്സ്പെൻസസ് അല്ലെങ്കിൽ ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറയുന്നത്, ഫാക്ടറി പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 1,05,000 ആണ്. അപ്പൊ ഒരു യൂണിറ്റിന് 1 രൂപ 5 പൈസ വെച്ച് എന്ത് വരും? നമുക്ക് ഫാക്ടറി വരും. അപ്പൊ നമുക്ക് ഇവിടെ വന്ന ഓർഡർ എത്ര പേന അടിയാ? ഇവിടെ ഓർഡർ വന്ന എത്ര പേനയാ? 10,000 പെൻ. അപ്പൊ 10,000 പെന്നിന്റെ ഓർഡർ കോസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഡയറക്ട് മെറ്റീരിയൽ 10,000 പെൻ ഇൻറ്റു 3 രൂപ വെച്ചിട്ട്, ഡയറക്ട് ലേബർ 10,000 പെന്നിന് 2 രൂപ വെച്ചിട്ട്, ഡയറക്ട് എക്സ്പെൻസസ് 10,000 പെന്നിന് 1 രൂപ വെച്ചിട്ട് 10,000 റുപ്യ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്ര വന്നു? ഒന്ന് ക്ലിയർ ആക്കി എഴുതാം. 60,000 രൂപ ഈ എക്സ്പെൻസ് വന്നു. ഇനി നമ്മൾ എത്ര പേനയെ വിൽക്കാൻ പോകുന്നത്? 10,000 രൂപ. 10,000 പെന്നാണ് വിൽക്കാൻ പോകുന്നത്. ഓവർ ഹെഡ്സ് നമ്മുടെ പ്രധാന പ്രശ്നം, ബിസിനസ് ഡിസിഷൻ മേക്കിംഗിൽ വന്ന പ്രധാന പ്രശ്നം എന്താ? ഫിക്സഡ് എക്സ്പെൻസ് ഉണ്ട് അല്ലെ? ഈ ഫിക്സഡ് എക്സ്പെൻസ് എങ്ങനെ റിക്കവർ ചെയ്യും? നമ്മൾ നോക്കി 1,00,000 രൂപയാണ്, 1,05,000 രൂപയാണ് എനിക്ക് ചെലവ് വരുന്നത്. അങ്ങനെ 1,05,000 രൂപ എത്ര യൂണിറ്റ് ഉണ്ടാക്കാനാണ് വരുന്നത്? മൊത്തം 1,00,000 യൂണിറ്റ്സ് ഒരു വർഷം ഉണ്ടാക്കാൻ വരും. അപ്പൊ ഒരു യൂണിറ്റിന് ഏകദേശം 1 രൂപ 5 പൈസ വെച്ച് വരും. അപ്പൊ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 10,000 ഇൻറ്റു 1.05 പ്രൊഡക്ഷൻ ഓവർഹെഡ്സിന് ഏകദേശം കോസ്റ്റ് വരും. എത്ര വരും? 10,000 ഇൻറ്റു 1.05 10,500. സോ നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്തായി? മേലെ പറഞ്ഞ 60,000 പ്ലസ് 10,500 എത്ര വന്നു? 70,500 ആണ് നമ്മുടെ കോസ്റ്റ് വന്നത്. ഇനി മാർജിൻ എത്ര വേണമെന്നാ പറഞ്ഞേ? കോസ്റ്റിന്റെ 25% ഓൺ കോസ്റ്റ്. അപ്പൊ നമുക്ക് എത്ര രൂപ വരും? 70,500 into 25%, 17,625. So total എത്രയായി? 70,500 plus margin 17,625, 88,125 rupees. 88,125 ആണ് നമ്മുടെ ടോട്ടൽ സെയിൽസ് റവന്യൂ വരേണ്ടത്. എത്ര പെന്ന്? ഫോർ 10,000 പെന്ന്. സോ ഫോർ 1 പെൻ കോസ്റ്റ് എത്ര വരിക? 88,125 ഡിവൈഡഡ് ബൈ 10,000. 8.81 വരും അല്ലേ? 8.81. ഞാൻ റൗണ്ട് ചെയ്യുവാണ്, സിംപ്ലർ കാൽക്കുലേഷൻ. സോ ഇപ്പൊ നമ്മള് ചെയ്തത്, നിങ്ങൾ കോസ്റ്റിംഗ് പോയിന്റ് ഓഫ് വ്യൂ ആലോചിക്കാതെ നിങ്ങൾ ആലോചിച്ച് നോക്കുക. നമ്മൾ എന്താ ചെയ്തേ? നമ്മളൊരു ഫാക്ടറി റൺ ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് 1,00,000 യൂണിറ്റ്സ് ആണ് ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റുക. അവിടെ ഒരു 10,000 ഓർഡർ വന്നു. സോ നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എത്ര രൂപയാണ് സെല്ലിംഗ് പ്രൈസ് ചാർജ് ചെയ്യേണ്ടതെന്നാണ്. നമ്മുടെ പോളിസി എന്താ? കോസ്റ്റ് എത്രയാണ് കണ്ടുപിടിക്കും, എന്നിട്ട് കോസ്റ്റിന്റെ 25% കൂടെ ചേർത്ത് നമ്മൾ അവരെ സെല്ലിംഗ് പ്രൈസ് ചാർജ് ചെയ്യും. അപ്പൊ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ചിലത് വളരെ ഡയറക്റ്റ് ആയിട്ട് അട്രിബ്യൂട്ടബിൾ ആയിട്ടുള്ള നമുക്കറിയാം. ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ്, ലേബർ കോസ്റ്റ്, എക്സ്പെൻസ് കോസ്റ്റ് എടുത്തു 6 രൂപ. അങ്ങനെ നമ്മൾ 10,000 പെന്നിന് 6 രൂപ വെച്ചിട്ട് 60,000 വാരിയബിൾ എക്സ്പെൻസ് വരുന്ന കണ്ടുപിടിച്ചു. ഇനി ബാക്കിയുള്ള എക്സ്പെൻസസ്, ഫിക്സഡ് ആയിട്ട് വരുന്ന റെന്റ്, ലൈറ്റിംഗ് ചാർജസ്, വെൽഫെയർ എക്സ്പെൻസസ്, ഇങ്ങനെയുള്ള എക്സ്പെൻസസ് ഒക്കെ നമ്മൾ 10,000 ഓർഡർക്ക് എങ്ങനെ അപ്പോർഷൻ ചെയ്യും? നമ്മൾ നോക്കിയപ്പോ നമുക്ക് ഒരു വർഷം 1,00,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ 1,00,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലത്ത് 1,05,000 ആണ് മൊത്തം ഒരു വർഷം എക്സ്പെൻസ് വരാൻ പോകുന്നത്. ഇതൊക്കെ ബഡ്ജറ്റഡ് ആണ് കേട്ടോ വരാൻ പോകുന്നത്. അപ്പൊ 1,05,000 എക്സ്പെൻസ് വരും, 1,00,000 യൂണിറ്റ്സ് ഉണ്ടാക്കും. അപ്പൊ ഒരു യൂണിറ്റിന് എത്ര രൂപ ചാർജ് ചെയ്യണം? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1,05,000 ഡിവൈഡഡ് ബൈ 1,05,000 പെർ യൂണിറ്റ് ചാർജ് ചെയ്യണമെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മൾ എത്ര യൂണിറ്റ് ഓർഡർ വന്നിട്ടുള്ളത്? 10,000 പെൻ. ഒരു പെന്നിന് 1.05 ഓവർ ഹെഡ് വരും. 10,000 പെന്നിന് 10,000 into 1.05 10,500.
ടോട്ടൽ കോസ്റ്റ് നമുക്ക് എത്ര വന്നു? 70,500. മാർജിൻ 25% ഓൺ കോസ്റ്റ് വേണമെന്നാണ് നമ്മുടെ പോളിസി. സോ 17,625 രൂപ മാർജിൻ. അങ്ങനെ 88,125 രൂപ 10,000 പെന്ന് മേടിക്കണം. സോ ഒരു പെന്നിന് 8 രൂപ 81 പൈസ വെച്ചിട്ട് നമ്മൾ നമ്മളെ ഓർഡർ തരുന്ന ആളുടെ നിന്ന് മേടിക്കണം. ഇവിടെ ഇവിടെ നമ്മള് കണ്ടുപിടിച്ച ഈ റേറ്റിന് ഈ റേറ്റിന് വിളിക്കണ പേരാണ് ഓവർഹെഡ് റിക്കവറി റേറ്റ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓവർഹെഡ് റിക്കവറി റേറ്റ്. ഇതിന്റെ റെലവൻസ് എന്താണ്? നമുക്ക് ഒരു വർഷം ഉണ്ടാവുന്ന ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് അല്ലെങ്കിൽ സെല്ലിംഗ് ഓവർഹെഡ്സ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്സ് ഇതൊന്നും എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല നമ്മൾ നോക്കുവാണെങ്കിൽ. പക്ഷെ നമ്മൾ എപ്പോഴും ഫിക്സഡ് പ്രൊഡക്ഷൻ ഓവർഹെഡ്സിന്റെ കോസ്റ്റ് ആ ഐറ്റം നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ഐറ്റത്തിന്റെ കോസ്റ്റ് ആയിട്ട് നമ്മൾ എടുക്കണം. അപ്പോ അങ്ങനെ വരുമ്പോ നമ്മള് ഏത് റേറ്റ് ഒരു പ്രൊഡക്റ്റിന് എത്ര രൂപ റേറ്റ് വെച്ച് നമ്മൾ എടുക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ എത്ര രൂപ എടുക്കണം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ പ്രൊഡക്ഷനോട് എത്ര വരുന്നുള്ളൂ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യും. എങ്ങനെ? ബേസ്ഡ് ഓൺ പ്രീവിയസ് ഇയർ ട്രെൻഡ്സ്. കഴിഞ്ഞ വർഷത്തെ ട്രെൻഡ്സ് നോക്കിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ചെയ്ത പോലെ യൂണിറ്റ്സ് എടുത്തു. 1,00,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പൊ 1,00,000 യൂണിറ്റ്സിന് ഒരു യൂണിറ്റിന് എത്ര വരുന്നത് കണ്ടുപിടിച്ചു. എന്നിട്ട് അതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഈ പർട്ടിക്കുലർ ഓർഡേഴ്സിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ആ പർട്ടിക്കുലർ ഐറ്റത്തിന്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ അബ്സോർബ് ചെയ്യുക. ഇവിടെ നമ്മൾ പെർ യൂണിറ്റ് ആണ് എടുത്തത്. ഒരു പേന ഉണ്ടാക്കാൻ 1.05 പെർ യൂണിറ്റ് ഓവർഹെഡ് കോസ്റ്റ് വരും. ആ റേറ്റിനുള്ള റിക്കവറിയാണ് നമ്മളിപ്പോ ചെയ്തത്. സോ ഓവർഹെഡ് റിക്കവറി റേറ്റ് എന്ന് പറയുന്നത് 1.05 പെർ യൂണിറ്റ് ആയിരുന്നു ഈ പ്രോബ്ലത്തിൽ. ഒരു യൂണിറ്റിന് 1.05. ഇങ്ങനെ റിക്കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ആക്ച്വൽ പ്രൈസിംഗിലേക്ക് ഡിസൈഡ് ചെയ്ത് എത്താൻ പറ്റുള്ളൂ അല്ലെ? ഓക്കെ. സെക്കൻഡ് തിങ്, ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പൊ നിങ്ങൾ ഈ ഫാക്ടറി നോക്കിക്കഴിഞ്ഞാൽ 1,00,000 യൂണിറ്റ്സ് ആണ് അവരുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. ഈ ഓവർഹെഡ് റിക്കവറി ഇപ്പൊ നമ്മൾ ചെയ്തത് ബേസ്ഡ് ഓൺ യൂണിറ്റ്സ് ആണ്. ഇനി ഇത് വേണമെങ്കിൽ നമുക്ക് പല രീതിയിൽ ചെയ്യാം. ലെറ്റ്സ് സേ നമ്മുടെ ഫാക്ടറിയിൽ 30 എംപ്ലോയീസ് ഉണ്ട് വിചാരിക്കുക. ഈ 30 എംപ്ലോയീസ് 30 എംപ്ലോയീസ് 30 എംപ്ലോയീസ് ഉണ്ട്. ഇവര് 200 ദിവസമാണ് വർക്ക് ചെയ്യുന്നത്. 8 മണിക്കൂറാണ് വർക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ 30 എംപ്ലോയീസ് 200 ദിവസം 8 മണിക്കൂർ. സോ 48,000 ലേബർ അവേഴ്സ് അവിടെ അവൈലബിൾ ആണ് പെർ ആനം. ഒരു വർഷം 48,000 ലേബർ അവേഴ്സ് ആണ് ആ ഫാക്ടറിയുടെ കപ്പാസിറ്റി എന്ന് പറയാം. ഈ കപ്പാസിറ്റി പല രീതിയിൽ എക്സ്പ്രസ് ചെയ്യില്ലേ? നേരത്തെ നമ്മൾ എന്തിന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്തേ? യൂണിറ്റ്സിന്റെ ബേസിൽ എക്സ്പ്രസ് ചെയ്തു. ഇനി നമുക്ക് വേണമെങ്കിൽ അതിനെ ലേബർ അവേഴ്സിന്റെ ബേസിസിൽ എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. സോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 30 എംപ്ലോയീസ് ആണ് ഉള്ളത്. 200 ദിവസം അവർ വർക്ക് ചെയ്യും. 200 ഡേയ്സ് 8 മണിക്കൂർ വർക്ക് ചെയ്ത് എത്ര മണിക്കൂർ ലേബർ അവേഴ്സ് വരും? 48,000. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്ത ഓവർഹെഡ് റിക്കവറി ഇല്ലേ, അത് ബേസ്ഡ് ഓൺ ലേബർ അവേഴ്സും നമുക്ക് ചെയ്യാം. സോ കപ്പാസിറ്റി എന്ന് പറയുന്നത്, ഒരു ഫാക്ടറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് യൂണിറ്റ്സിന്റെ ബേസിസിൽ മാത്രമല്ല ലേബർ അവേഴ്സിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഓവർഹെഡ് റിക്കവറി നമുക്ക് ലേബർ അവേഴ്സിന്റെ ബേസിസിലും ചെയ്യാം. അപ്പൊ ഇവിടെ ഈ എക്സാമ്പിളില് നമ്മുടെ ഓവർഹെഡ് കോസ്റ്റ് എത്രയാ? ₹1,05,000. ടോട്ടൽ ലേബർ അവർ കപ്പാസിറ്റി എത്രയാ? 48,000 അവേഴ്സ് ആണ് ലേബർ അവേഴ്സ് വരുന്നത് നമുക്ക്. സോ നമ്മുടെ അബ്സോർപ്ഷൻ റേറ്റ് എന്തായിരിക്കും? 1,05,000 divided by 48,000. 2.1875 per hour. അപ്പൊ ഈ ലേബർ അവർ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രൈസ് കണ്ടുപിടിക്കുക ഓർഡറിന്റെ?
10,000 യൂണിറ്റ്സ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെ. 10,000 യൂണിറ്റ്സ് ഉണ്ടാക്കാൻ ലേബർ അവേഴ്സ് ലെറ്റ്സ് സേ 5,000 ലേബർ അവേഴ്സ് വേണമെന്ന് വിചാരിച്ചോളൂ. 5,000 അവേഴ്സ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ഓർഡർ പ്രൈസ് ചെയ്യുക? ഓർഡർ നമ്മൾ എങ്ങനെ പ്രൈസ് ചെയ്യും നോക്കാം. നമ്മള് നേരത്തെ പറഞ്ഞ പോലെ 60,000 ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. ഡയറക്റ്റ് മെറ്റീരിയൽ 10,000 into 3 30,000. Direct labor 10,000 into 2 20,000. And direct expenses 10,000 into 1 10,000 60,000. നീ നമ്മൾ ഓവർ ഹെഡ്സ് എങ്ങനെയാ റിക്കവർ ചെയ്യുക? 5,000 അവേഴ്സ് ആണ് എടുക്കുക ലേബർ അവേഴ്സ്. സോ 5,000 അവേഴ്സ്. റിക്കവർ റേറ്റ് നമ്മൾ കണ്ടുപിടിച്ചു 2.1875. 2.1875. $10,938. ടോട്ടൽ കോസ്റ്റ് എത്ര വരും? 60,000 പ്ലസ് 10,938. 70,930. ഞാൻ ഫിഗേഴ്സ് ജസ്റ്റ് റൗണ്ട് ചെയ്തിട്ടാണ് പറയുന്നത് കൺവീനിയൻസിന് വേണ്ടി. സോ ടോട്ടൽ കോസ്റ്റ് എത്ര വന്നു? ടോട്ടൽ കോസ്റ്റ് 70,938. മാർജിൻ എത്ര വേണം? അതിന്റെ 25%. മാർജിൻ എത്രയാ വരുന്നത്? 25%. Margin into 25%. 17,734. Again ഞാൻ റൗണ്ട് ചെയ്യുന്നില്ല, റൗണ്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. 88,670. ഇത്രയും ടോട്ടൽ സെയിൽസ് വേണം. സോ പെർ പെൻ എത്ര റേറ്റ് വരാ? 88,672 ഡിവൈഡഡ് ബൈ 10,000 പെൻ. സോ എത്ര വരും നമുക്ക്? 8.86. ഇതാണ് നമ്മുടെ റേറ്റ് വരുന്നത്. ഇവിടെ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഞാൻ രണ്ടും വർക്ക്ഔട്ട് ചെയ്ത. അപ്പൊ നമ്മൾ ആദ്യം ബേസ്ഡ് ഓൺ, അതായത് ബേസ്ഡ് ഓൺ യൂണിറ്റ്സ് ഓവർ ഹെഡ്സ് റേറ്റ് കണ്ടുപിടിച്ചു എത്ര വെച്ച് റിക്കവർ ചെയ്യണമെന്ന്. ദെൻ ബേസ്ഡ് ഓൺ ലേബർ അവേഴ്സിന്റെ ബേസിസിൽ ഇത് ചെയ്യാം. ഓർ വി ക്യാൻ ഡു ഇറ്റ് ബേസ്ഡ് ഓൺ machine hours, or we can do it based on material cost, or we can do it based on labor cost, or prime cost. എന്ത് ബേസിസിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? റിക്കവർ ചെയ്യാം. നമ്മൾ എങ്ങനെയും ചെയ്യാം? ഇഫ് ബേസ്ഡ് ഓൺ യൂണിറ്റ്സ് ആണെങ്കിൽ ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് യൂണിറ്റ്സ്. ഇനി ബേസ്ഡ് ഓൺ ലേബർ അവേഴ്സ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ടോട്ടൽ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് labor hours.
മെഷീൻ അവേഴ്സ് ആണെങ്കിൽ സെയിം ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ ബഡ്ജറ്റഡ് മെഷീൻ അവേഴ്സ്. മെറ്റീരിയൽ കോസ്റ്റ് ആണെങ്കിൽ ടോട്ടൽ ഓവർഹെഡ്സ് ഡിവൈഡഡ് ബൈ മെറ്റീരിയൽ ബഡ്ജറ്റഡ് മെറ്റീരിയൽ കോസ്റ്റ്. സോ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓവർഹെഡ് റിക്കവറി റേറ്റ്. ഈ ഓവർഹെഡ് റിക്കവറി റേറ്റ് വെച്ച് നമ്മൾ എന്താ ചെയ്തേ? ഒരു പേന ഒരു ഓർഡർ വന്നപ്പോ 10,000 പെന്റെ ഓർഡർ വന്നപ്പോ അതിന്റെ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. സോ 10,000 പെൻസിന് എങ്ങനെ കോസ്റ്റ്? ഇവിടെ നമ്മൾ ആദ്യം യൂണിറ്റ്സ് വെച്ച് നമ്മൾ ചെയ്തു. 10,000 പെന്നിന് 1.05 റിക്കവറി റേറ്റ് വെച്ചിട്ട് 10,000 പെന്നിന് 10,500 ഓവർഹെഡ് അബ്സോർബ് ചെയ്യണം കണ്ടുപിടിച്ചു. ദിസ് ഇസ് വാട്ട് കോൾഡ് അബ്സോർപ്ഷൻ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓവർഹെഡ്സിനെ യൂണിറ്റ് കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്യുന്നു. അങ്ങനെ ഓവർഹെഡ്സിനെ അതുപോലെ രണ്ടാമത്തെ എക്സാമ്പിളിൽ നമ്മൾ അബ്സോർബ് ചെയ്ത് എന്തിന്റെ ബേസിസിലായിരുന്നു? ലേബർ അവേഴ്സിന്റെ ബേസിസിലായിരുന്നു. ലേബർ അവേഴ്സിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്തു? ഓവർഹെഡ്സിനെ പ്രൊഡക്റ്റ് കോസ്റ്റിലേക്ക് അബ്സോർബ് ചെയ്തു. അഗെയിൻ ദിസ് ഇസ് കോൾഡ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്. സോ ഓവർഹെഡ് റിക്കവറി റേറ്റ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? കണ്ടുപിടിച്ചിട്ട് absorption of overheads to protect cost. Hope that's clear. ഇനി നമ്മുടെ നേരത്തെ എഴുതിയ എക്സാമ്പിളിൽ ഞാൻ ചെറിയ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്താണ്. ഫോർ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട് ഞാൻ എക്സാമ്പിൾ ഒന്ന് മോഡിഫൈ ചെയ്യാണ്. നമ്മളിവിടെ ബേസിക് പഠിച്ചിരുന്ന പോലെ ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു? ഓവർഹെഡ് റിക്കവറി റേറ്റ് എന്താന്ന് പഠിച്ചല്ലോ, അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്താന്ന് പഠിച്ചല്ലോ. നൗ നമുക്ക് ഇനി പഠിക്കാനുള്ളത്, ലെറ്റ്സ് സേ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാം, നിങ്ങളുടെ ഫാക്ടറിയിൽ ഒരു ഫാക്ടറി, സെയിം എക്സാമ്പിൾ ഐ എം റൈറ്റിംഗ് അഗെയിൻ, ഡോണ്ട് വറി. ഫാക്ടറി പെൻ, വി ഹാവ് 1 lakh units capacity ആൻഡ് കോസ്റ്റ് ഒക്കെ അതുപോലെ തന്നെ. ഡയറക്ട് മെറ്റീരിയൽ 3 per unit, ഡയറക്ട് ലേബർ 2 per unit, direct expenses 1 per unit, and നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറി റെന്റ്, factory rent 50,000 per annum, lighting charges 25,000 per annum, welfare activities 25,000, 25 11 30 11, let's make it 30. $30,000 per annum. ഇനി ഇമാജിൻ വാട്ട് ഹാപ്പൻസ്. എന്താണ് ട്വിസ്റ്റ്? ട്വിസ്റ്റ് ഒന്നുമില്ല. നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഫാക്ടറിയിൽ കുറച്ച് സ്ഥലമൊക്കെ നമ്മൾ അത്യാവശ്യം സ്പേസ് ഉണ്ടായിരുന്നു. 5000 സ്ക്വയർ ഫീറ്റ് എന്നല്ല ഞാൻ പറഞ്ഞത്, സ്പേസ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്കാര് പെൻ ചോദിക്കുന്നതിന്റെ ഒപ്പം തന്നെ പെൻസിലും കൂടെ ചോദിക്കാൻ തുടങ്ങി. സോ നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് സ്റ്റാർട്ടഡ് അനദർ പ്രൊഡക്ഷൻ യൂണിറ്റ് വിത്തിൻ സെയിം ഫാക്ടറി. ഈ ഫാക്ടറിയുടെ ഉള്ളിൽ തന്നെ കുറച്ച് അറേഞ്ച്മെന്റ് ഒക്കെ നമ്മൾ ചെയ്തിട്ട്, കുറച്ച് സ്പേസ് ഒക്കെ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പെൻ ഉണ്ടാക്കാനുള്ള ഒരു യൂണിറ്റും തുടങ്ങി. സോ വി ഹാവ് സ്റ്റാർട്ടഡ് മാനുഫാക്ചറിങ് പെൻസിൽസ്. ആൻഡ് വാട്ട് ഈസ് യുവർ കപ്പാസിറ്റി? 50,000 per annum. ഒരു വർഷം ഉണ്ടാക്കാൻ പറ്റാവുന്ന കപ്പാസിറ്റി എത്രയാണ്? 50,000 per annum ആണ് നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ആൻഡ് ഡയറക്ട് മെറ്റീരിയൽ കോസ്റ്റ് വരുന്നത് 2 per unit, ഡയറക്ട് ലേബർ കോസ്റ്റ് വരുന്നത് 1 per unit, ആൻഡ് ഡയറക്ട് എക്സ്പെൻസസ് വരുന്നത് 1 per unit. ഇതാണ് നിങ്ങളുടെ ചെലവ് നിങ്ങൾക്ക് വരുന്നത്. ആൻഡ് അഗെയിൻ ഞാൻ ചോദിക്കട്ടെ, ഈ ഫാക്ടറി റെന്റും ലൈറ്റിംഗ് ചാർജസും വെൽഫെയർ ആക്ടിവിറ്റീസിലും വലിയ മാറ്റമൊന്നുമില്ല. ഫാക്ടറി റെന്റ് മാറുമോ? ഇല്ല. സെയിം ഫാക്ടറി തന്നെ ഞങ്ങളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചെയ്യുവാണ് ചെയ്യുന്നത്. സോ റെന്റിൽ വ്യത്യാസമൊന്നുമില്ല. ലൈറ്റിംഗ് ചാർജസും സെയിം ഫാക്ടറിയിൽ മുമ്പ് യൂസ് ചെയ്തിരുന്ന അതേ സ്പേസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, അതിലും മാറ്റമൊന്നുമില്ല. വെൽഫെയർ ആക്ടിവിറ്റീസ് നോർമലി മാറേണ്ടതാണ്. ലെറ്റ്സ് അസ്യൂം കുറച്ച് എംപ്ലോയീസ് കൂടുമ്പോൾ കോസ്റ്റ് കൂടണം. ലെറ്റ്സ് അസ്യൂം ഇറ്റ് റിമൈൻസ് സെയിം ഫോർ ഈസി, നമുക്ക് ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോ ഇത് ഇറ്റ് റിമൈൻസ് സെയിം.
ഈ ഫിക്സഡ് ഓവർ ഹെഡ്സ് ഇറ്റ് റിമൈൻസ് സെയിം. ഫാക്ടർ നയൻ ദിസ് തിങ് എവറിഥിങ്. ഇനി അപ്പോ നമ്മൾ നേരത്തെ ഈ പറഞ്ഞ 1,00,000 ഇതിന്റെ ടോട്ടൽ എത്രയായിരുന്നു നമുക്ക്? 1,05,000. ഓർമ്മ ഉണ്ടാവും വിചാരിക്കുന്നു. റുപ്പീസ് 1,05,000. ഈ 1,05,000 നമ്മുടെ പെൻ മാത്രം ഉണ്ടാക്കാനുള്ള ചെലവായിരുന്നു. ഇപ്പൊ അതങ്ങനെയാണോ? അല്ല. പെൻസിൽ എന്ന് പറഞ്ഞ പുതിയൊരു പ്രൊഡക്ഷനും കൂടെ നമ്മൾ തുടങ്ങി. അപ്പോ ലെറ്റ്സ് കോൾ ഡിപ്പാർട്ട്മെന്റ് എ ആൻഡ് ബി. ഡിപ്പാർട്ട്മെന്റ് എയും പെൻ വേണ്ട, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൺവീനിയൻസ് പെൻ ഡിപ്പാർട്ട്മെന്റ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും. സോ പെൻ ഡിപ്പാർട്ട്മെന്റും പെൻസിൽ ഡിപ്പാർട്ട്മെന്റും ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി ചെലവാക്കുന്നതാണ് അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം ഈ റെന്റും അല്ലെങ്കിൽ ലൈറ്റിംഗ് ചാർജസും വെൽഫെയർ ആക്ടിവിറ്റീസ് ഒക്കെ ഒറ്റ ഡിപ്പാർട്ട്മെന്റ് എക്സ്പെൻസ് അല്ല, ഇനി പെൻസിൽ ഡിപ്പാർട്ട്മെന്റും കൂടെ എക്സ്പെൻസ് ആണ്. അപ്പൊ പെൻസിൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്ര എക്സ്പെൻസ് വരും എന്നുള്ളത് നോക്കിയിട്ട് രണ്ടും നമ്മൾ വീതിച്ചു കൊടുക്കണം വേണ്ടേ? അപ്പോ ലെറ്റ്സ് ഇമാജിൻ നമ്മള് ഇപ്പൊ എന്താ വിചാരിക്കുക, നമ്മള് ഈ ഇപ്പോ മോഡേൺ തിയറി ഒക്കെ പറയുന്ന പോലെ ഈ, ആ, കല്യാണം നടത്തുക പറയുമ്പോൾ പണ്ട് ചെക്കന്റെ മാത്രം ചെലവാ. ഇപ്പൊ അങ്ങനെയല്ല, രണ്ടുപേരും കൂടെ നടത്താണ്, രണ്ടുപേരും ഈക്വലി ഡിവൈഡ് ചെയ്യും. സിമിലർലി പെന്നും പെൻസിലും കല്യാണം നടത്തുക, പ്രൊഡക്ഷൻ നടത്തുവാണല്ലോ ഇവിടെ. ആ പ്രൊഡക്ഷൻ നടത്തുമ്പോ രണ്ടുപേർക്കും വരുന്ന കോമൺ ചെലവാണ് ഫാക്ടർ ആൻഡ് ലൈറ്റിംഗ് ചാർജ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇത് രണ്ടുപേരും തമ്മിൽ വീതിച്ചെടുക്കണം. അപ്പോ ചെലവുകൾ, കല്യാണത്തിന് ചെലവുകൾ ചെക്കന്റെയും പെണ്ണിന്റെയും വീട്ടുകാർ വീതിക്കുന്ന പോലെ ഒരു ഫാക്ടറിയിലെ ചെലവുകൾ ആ, രണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ വീതിക്കണം. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? എങ്ങനെ വീതിച്ചു കൊടുക്കും? ഇത് 1,00,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ, ഇത് 50,000 യൂണിറ്റ്സ് ഉണ്ടാക്കുന്നുള്ളൂ. യൂണിറ്റ്സിന്റെ ബേസിസിൽ ചെയ്താൽ ശരിയാവുമോ? ഇല്ല. സോ നമ്മൾ നോക്കുക, ഓരോ എക്സ്പെൻസിനും ഓരോ ലോജിക് ഉണ്ട്. ഫാക്ടറി റെന്റ്, ഫാക്ടറി റെന്റ് ഒരു ഏരിയ യൂസ് ചെയ്യുന്നതിന് നമ്മൾ കൊടുക്കുന്നതാണല്ലേ. അപ്പൊ നമ്മൾ നോക്കേണ്ടത്, പെന്നിന്റെ മൊത്തം 5,000 സ്ക്വയർ ഫീറ്റ് ആണ് ഇത് വരുന്നത്. അതില് പെൻ ഡിപ്പാർട്ട്മെന്റ് എത്ര എടുക്കുന്നു, പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് എത്ര സ്ക്വയർ ഫീറ്റ് എടുക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം. അതുപോലെ ലൈറ്റിംഗ് ചാർജസ്, ലൈറ്റിംഗ് ചാർജസ് എന്താ, നമ്മൾ ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിന് എത്ര ലൈറ്റിംഗ് പോയിന്റ്സ് ഉണ്ട് നോക്കണം. പെന്നിന്റെ ഫാക്ടറിയിൽ എത്ര ലൈറ്റിംഗ് പോയിന്റ്സ്, പെൻസിൽ ഫാക്ടറിയിൽ എത്ര ലൈറ്റിംഗ് പോയിന്റ്സ്. ബേസ്ഡ് ഓൺ ദാറ്റ് നമുക്ക് എന്ത് ചെയ്യാം? അപ്പോർഷൻ ചെയ്യാം. വെൽഫെയർ ആക്ടിവിറ്റീസ്, രണ്ട് സ്ഥലത്തും എത്ര എംപ്ലോയീസ് ഉണ്ടെന്ന് നമ്മൾ നോക്കണം. ആ എംപ്ലോയീസിന്റെ ബേസിസിൽ നമുക്ക് രണ്ടുപേർക്കും നമുക്ക് വീതിച്ചു കൊടുക്കാം അല്ലെ. സോ നമ്മൾ എന്തെങ്കിലും സാധനം വീതിച്ചു കൊടുക്കുക എന്തിന്റെ ബേസിസിലാണ്? ഒരു റേഷണൽ ബേസിസിലാണ്. ഇവിടെ റെന്റ്, നിങ്ങൾ എത്ര സ്ഥലം എടുത്തു, നിങ്ങൾ ഫാക്ടറിയുടെ ഇത്രയും സ്ഥലം പെൻ ഡിപ്പാർട്ട്മെന്റ് എടുക്കുന്നുണ്ട്, ഇത്രയും സ്ഥലം പെൻസിൽ എടുക്കുന്നുണ്ട്, അതിന്റെ ബേസിസിൽ വീതിക്കൂ. ലൈറ്റിംഗ് ചാർജസ്, എത്ര ലൈറ്റിംഗ് പോയിന്റ്സ് ആണ് നിങ്ങളുടെ ഏരിയയിലുള്ളത്? ഞങ്ങളുടെ ഏരിയയിൽ ഇത്ര ലൈറ്റിംഗ് പോയിന്റ്സ്. പെൻസിന്റെ ലൈറ്റിംഗ് ഏരിയയിൽ എത്രയുള്ളത്? ഇത്രയാണോ ഉള്ളത്? അതിനനുസരിച്ച് വീതിച്ചു. വെൽഫെയർ ആക്ടിവിറ്റീസ്, എംപ്ലോയീസിന് വേണ്ടിയിട്ടാണല്ലോ ചെയ്യുന്നത്. എത്ര എംപ്ലോയീസ് ഉണ്ട് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ? നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ഉണ്ട്? അതിനനുസരിച്ച് വീതിച്ചു. കറക്റ്റ്. ഓക്കെ. സോ നമുക്ക് നമുക്ക് എന്തൊക്കെ എക്സ്പെൻസാ വീതിക്കേണ്ടതെന്ന് ആദ്യം നോക്കാം. നമുക്ക് എന്തോ ഓവർ ഹെഡ്സ് ഉള്ളത്? ഓവർ ഹെഡ്സ് എന്തൊക്കെയാ നമുക്കുള്ള? ഫാക്ടറി റെന്റ്, ലൈറ്റിംഗ് ചാർജസ് ആൻഡ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ടോട്ടൽ, ഒരു മിനിറ്റ്,
ബേസിസ് പെൻ പെൻസിൽ ടോട്ടൽ. ഫാക്ടറി റെന്റ് എത്രയായിരുന്നു നമുക്ക്? 50,000 ആയിരുന്നു, റൈറ്റ്? എന്തിന്റെ ബേസിസിൽ വീതിക്കാന്ന് ഞാൻ പറഞ്ഞ ഏരിയ, നമ്മള് ഫാക്ടറിക്ക് ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയക്ക് അനുസരിച്ച് മൊത്തം നമുക്ക് 5,000 ആണ് ഉള്ളത്. ആൻഡ് അതില് പെൻ ഡിപ്പാർട്ട്മെന്റിന് 3,000 സ്ക്വയർ ഫീറ്റ് ആണ്. 3,000 സ്ക്വയർ ഫീറ്റ് പെൻ ഡിപ്പാർട്ട്മെന്റും 2,000 സ്ക്വയർ ഫീറ്റ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റും ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈറ്റിംഗ് ചാർജസ് ആണ്. ലൈറ്റിംഗ് ചാർജസ് നമ്മൾ എന്തിന്റെ ബേസിസിലാണ് ചെയ്യുക? ലൈറ്റിംഗ് പോയിന്റ്സ്. എത്ര ലൈറ്റിംഗ് പോയിന്റ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. പെൻ ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് എത്രയായിരുന്നു എമൗണ്ട്? 25,000 ആണ്. പെൻ ഡിപ്പാർട്ട്മെന്റിൽ എത്ര ലൈറ്റിംഗ് പോയിന്റ്സ് ഉണ്ട്? 15 പോയിന്റ്സ്. ഇവിടെ എത്രയുണ്ട്? 10 പോയിന്റ്സ്. ടോട്ടൽ 25 പോയിന്റ്സ്. ഇനി വെൽഫെയർ ആക്ടിവിറ്റീസ് എത്രയാവുന്നത്? നമുക്ക് 30,000 പെർ ആനാണ് വരുന്നത്. എത്ര എംപ്ലോയീസ് ഉണ്ട് ഇവർക്ക്? നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിസിൽ നമ്മൾ എന്ത് ചെയ്യും? അലോക്കേറ്റ് ചെയ്യും. Total, we have 30 employees and 20 employees in pen department and 10 employees in pencil department. അപ്പൊ നമ്മൾ എങ്ങനെയാ അപ്പോർഷൻമെന്റ് ചെയ്യുക? നമ്മൾ എങ്ങനെ എക്സ്പെൻസസിനെ അപ്പോർഷൻ ചെയ്യും? ലെറ്റ്സ് സേ റെന്റ് ആണെന്ന് വിചാരിക്കുക. റെന്റ് അപ്പോർഷൻ ചെയ്യണം. പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് എത്ര ചെയ്യണം, പെൻ ഡിപ്പാർട്ട്മെന്റ് എത്ര ചെയ്യണം എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. I'll draw another table. Let's write overhead. Overhead എന്താണ്? Overhead amount basis portion pen pencil. ഫാക്ടറിയുടെ എമൗണ്ട് എത്രയായിരുന്നു? 50,000 പെർ ആനോ ആയിരുന്നു. നെക്സ്റ്റ് എന്താണ് നമ്മുടെ ലൈറ്റിംഗ് പോയിന്റ്സ്? ലൈറ്റിംഗ് ചാർജസ്, റൈറ്റ്? ലൈറ്റിംഗ് ചാർജസ് എത്രയായിരുന്നു? 25,000. വെൽഫെയർ ആക്ടിവിറ്റീസ് എത്രയായിരുന്നു? 30,000. എന്ത് ബേസിസിൽ അപ്പോർഷൻ ചെയ്യുന്ന നമ്മൾ പറഞ്ഞേ? അതിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ഏരിയ, ലൈറ്റിംഗ് പോയിന്റ്സ്, നമ്പർ ഓഫ് എംപ്ലോയീസ്. സോ ഏരിയ, ലൈറ്റിംഗ് പോയിന്റ്സ്. ഇവിടെ ലൈറ്റിംഗ് പോയിന്റ്സ് ഇത് ചാർജസ് ആക്കാം. മേ ബി ചിലപ്പം കൺഫ്യൂഷൻ വരും. ലൈറ്റിംഗ് ചാർജസ്. വെൽഫെയർ ആക്ടിവിറ്റീസ് എന്തിന്റെ ബേസിസിലാ ചെയ്യുക? നമ്പർ ഓഫ്
എംപ്ലോയീസ്. ഇതിന്റെ പ്രൊപ്പോർഷൻ നമ്മൾ ഓൾറെഡി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ, എന്ത് ബേസിസിലാണ് വരുന്നതെന്നുള്ളത്. നോക്കൂ, 3000 സ്ക്വയർ ഫീറ്റ് ആണ് പെന്നിന് വരുന്നത്, പെൻസിലിന് വരുന്നത് 2000 സ്ക്വയർ ഫീറ്റ്. അപ്പൊ ഏത് റേഷ്യോയില് വരിക? പെൻ ഈസ് ടു പെൻസിൽ 3000 ഈസ് ടു 2000, ഓർ വി ക്യാൻ ബാക്കിൽ എന്ത് എഴുതാം? 3:2. സോ നമ്മൾ എങ്ങനെ എക്സ്പെൻസ് അപ്പോർഷൻ ചെയ്യും? 50,000 ആണ് മൊത്തം റെന്റ് വരുന്നേ. അതിൽ 5000 സ്ക്വയർ ഫീറ്റിൽ 3000 ആർക്കുള്ളതാ? പെന്നിനുള്ളതാ അല്ലേ. 3000 ഡിവൈഡഡ് ബൈ എത്ര സ്ക്വയർ ഫീറ്റിലാ? 5000 സ്ക്വയർ ഫീറ്റ്. സോ 50,000 ഇൻറ്റു 3000 ബൈ 5000 എത്ര വരിക നമുക്ക്? 30,000. സിമിലർലി ഇവിടെ എത്ര വരും? 50,000 സ്ക്വയർ ഫീറ്റ് ഇൻറ്റു 2000 ബൈ 5000. 2000 സ്ക്വയർ ഫീറ്റ് 5000 50,000 സ്ക്വയർ ഫീറ്റിൽ 2000 സ്ക്വയർ ഫീറ്റ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഉള്ളൂ. സോ എത്ര രൂപ വന്നു? 20,000. സോ 20,000 30,000. അപ്പൊ അതേപോലെ ഈ റേഷ്യോന്റെ ബേസിസ് നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പെൻസിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. സോ ഇവിടെ പ്രൊപ്പോർഷൻ എത്രയാ വന്നിട്ടുള്ള? ലൈറ്റിംഗ് പോയിന്റ്സിന് 15:10. ഇവിടെ എത്രയാ വന്നിട്ടുള്ളത്? 20:10. സോ നമ്മൾ എക്സ്പെൻസിനെ അഗെയിൻ പ്രൊപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. 25,000 ഇൻറ്റു 15 ബൈ 25. 15,000. 25,000 ഇൻറ്റു 10 ബൈ 25. പലരും ചെയ്യുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്താ ചെയ്യാ അറിയോ? ഈ റേഷ്യോ എഴുതുമ്പോൾ എല്ലാവർക്കും അറിയുന്ന, നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ബേസിക് മാത്സാ, പക്ഷെ എല്ലാവരും എഴുതുമ്പോൾ 25,000 ഇൻറ്റു 15 ബൈ 10, 25,000 ഇൻറ്റു 10 ബൈ 15, ആ ഒരു ലോജിക്കിലേക്ക് പോകരുത്. എപ്പോഴും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചിന്തിച്ച് ചെയ്യുക. ടോട്ടൽ പോർഷനിൽ എത്ര പോർഷൻ ആണ് പെന്നിന്? ടോട്ടൽ 25 പോയിന്റ്സിൽ 10 പോയിന്റ്സ് പെൻസിലും, ടോട്ടൽ 25 15 പോയിന്റ്സ്. ടോട്ടൽ വേണം എടുക്കാനായിട്ട്. തെറ്റിക്കരുത്, ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണ് അതൊക്കെ. ചെറിയ പ്രോബ്ലംസിലൂടെ നമ്മുടെ മാർക്ക് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും വിഷമാവുക അല്ലെ. സിമിലർലി 30,000 ഇതുപോലെ അപ്പോർഷൻ ചെയ്യുക. 30,000 ഇൻറ്റു 20 ബൈ 30. 20,000. 30,000 ഇൻറ്റു 10 ബൈ 30. 10,000. സോ ടോട്ടൽ എത്ര വന്നു നോക്കൂ? 30,000 പ്ലസ് 15,000 പ്ലസ് 20,000. പെൻ ഡിപ്പാർട്ട്മെന്റ് എത്രയാ വരുന്നത്? ഇതിന്റെ ടോട്ടൽ ഓവർഹെഡ്സ് നമുക്ക് എഴുതി വെക്കാം. 1,05,000. 30, 20, 50, 50 plus 15, 65,000. Again 20, 10, 10. So 40,000. Total overheads. നമ്മൾ പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? വീതിച്ച് കൊടുത്തു. നോക്കൂ, 65,000 പെന്നിനും പെൻസിലിനും 40,000. 65,000 പ്ലസ് 40,000 1,05,000. 1,05,000 ആണ് നിങ്ങളുടെ ടോട്ടൽ ഓവർഹെഡ്സ്. ഇത് അപ്പോർഷൻ ചെയ്ത് കൊടുത്തു ഒരു ബേസിസിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ ഇതിനെ ഇങ്ങനെ ഓവർഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? ഓവർഹെഡ്സിനെ 2 ഫാക്ടറിയിലേക്ക് ആക്കി. 2 ഫാക്ടറി തുടങ്ങിയപ്പോ 2 ഫാക്ടറിയിലേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്തു? അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓവർഹെഡ്സിനെ നേരത്തെ പറഞ്ഞ പോലെ ഓർഡർ വരുമ്പോൾ എന്ത് ചെയ്യണം? റിക്കവറി റേറ്റ് വെച്ചിട്ട് ഓവർഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കണം അല്ലേ, എത്ര രൂപ വെച്ചെടുക്കണം എന്നുള്ളത്. സോ നമുക്ക് എന്ത് ബേസിസിൽ വേണമെങ്കിലും ചെയ്യാം. ദാറ്റ്സ് നമുക്ക് തൽക്കാലം യൂണിറ്റ് ബേസിസിൽ റിക്കവറി റേറ്റ്. ഓവർഹെഡ് റിക്കവറി റേറ്റ് എത്ര വരാ? പെൻ ഡിപ്പാർട്ട്മെന്റ് എത്ര യൂണിറ്റ് ഉണ്ടാക്കും? ലെറ്റ്സ് ഡു ഇറ്റ് ബേസ്ഡ് ഓൺ യൂണിറ്റ്സ്. ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമുക്ക് ലേബർ അവേഴ്സിന്റെ ബേസിസിൽ ചെയ്യാം, മിഷൻ അവേഴ്സിന്റെ ബേസിസിൽ ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കൺസെപ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് യൂണിറ്റ്സിന്റെ ബേസിസിൽ ഈസി റെഫറൻസിന് വേണ്ടി ചെയ്യുന്നതാണ്. 1 lakh യൂണിറ്റ്സ്. ഇവിടെ എത്ര യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുക? 50,000 യൂണിറ്റ്സ്. എത്ര ഓവർഹെഡ് റിക്കവറി റേറ്റ് വരിക? 65,000 ഡിവൈഡഡ് ബൈ rupees 65,000 ഡിവൈഡഡ് ബൈ 1 lakh rupees 40,000 divided by 50,000 units. So പെന്നിന്റെ
പെന്നിന്റെ റിക്കവറി റേറ്റ് എത്ര വരുന്നത്? 65,000 ഡിവൈഡഡ് ബൈ 1 lakh 0.65 0.65 40,000 എത്ര വരുന്നത്? ഡിവൈഡഡ് ബൈ 40,000 ഡിവൈഡഡ് ബൈ 50,000 യൂണിറ്റ്സ് ആണ് ഉണ്ടാക്കുക അല്ലെ പെൻസില്? 0.80. സോ ഇങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിക്കാൻ. ഇത് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ബേസ്ഡ് ഓൺ യൂണിറ്റ്സ് ചെയ്യാം, ബേസ്ഡ് ഓൺ ലേബർ അവേഴ്സ് ആവാം, ഓർ മെഷീൻ അവേഴ്സ് ആവാം, ഓർ മെറ്റീരിയൽ കോസ്റ്റ് ആവാം. എന്ത് ബേസിസിൽ വേണമെങ്കിലും നമുക്ക് അബ്സോർബ് ചെയ്യാം. നമ്മളിപ്പോ രണ്ട് മെത്തേഡ് ചെയ്തത് ബേസ്ഡ് ഓൺ യൂണിറ്റ്സും ലേബർ അവേഴ്സ് ആണ് പ്രാക്ടിക്കലി നമ്മൾ ചെയ്തത്. ഓക്കെ, ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് വേറൊരു കൺസെപ്റ്റ് പഠിക്കാം. കൺസെപ്റ്റ് കോൾഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. Concept called service department. എന്താണ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്? Again, I'll go with the same example. We have pen, we have pencil. Let's say നമുക്കൊരു ക്യാൻറ്റീൻ തുടങ്ങിയ വിചാരിച്ചു. ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്. ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേകത എന്താ? ഈ പെന്നും പെൻസിലും ക്യാൻറ്റീനും തമ്മിലുള്ള പ്രത്യേകത എന്തായിരിക്കും? ക്യാൻറ്റീൻ പേന ഉണ്ടാക്കുന്നു, ഔട്ട്സൈഡ് പാർട്ടിക്ക് വിൽക്കുന്നു, കസ്റ്റമേഴ്സിന് വിൽക്കുന്നു. പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് പെൻസിൽ ഉണ്ടാക്കുന്നു, അപ്പുറത്തെ ഡിപ്പാർട്ട്മെന്റ് വിൽക്കുന്നു. എന്നാൽ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിരിക്കുന്നത് തന്നെ ദേ നീഡ് ടു സർവീസ് ഇവിടെയുള്ള എംപ്ലോയീസിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെയുള്ള എംപ്ലോയീസിനെ സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നോ ഔട്ട്സൈഡ് സെയിൽസ്, നോ ഔട്ട്സൈഡ് സെയിൽസ്. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക? അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ബാക്കി ഇപ്പോ ഇവിടെ നമ്മൾ ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിച്ചു അല്ലെ? പെൻ ഡിപ്പാർട്ട്മെന്റ് ഓവർ റിക്കവറി റേറ്റ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് ഓവർ ഹെഡ് റിക്കവറി റേറ്റ് കണ്ടുപിടിച്ചു. ഇവിടെ നമ്മളെടുത്തോ ഈ ഓവർ ഹെഡ്സ് മുഴുവൻ പെന്നിന്റെയും പെൻസിലിന്റെയും ഡയറക്ട്ലി മാത്രമായിരുന്നു. വെൻ ദിസ് ഓർഗനൈസേഷൻ സ്റ്റാർട്ട്സ് എ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്, അവിടെ ചെലവുകൾ വരും. കറക്റ്റ്. അവിടെ നമുക്ക് എക്സ്പെൻസസ് വരും. അവിടെ വരുന്ന എക്സ്പെൻസസ് പുറത്തേക്കാണോ വിൽക്കുന്നത്? അവിടുത്തെ പ്രൊഡക്റ്റ് പുറത്തേക്കാണോ? അല്ല, നമ്മുടെ പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിലുള്ള എംപ്ലോയീസ് തന്നെയാണ് ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സർവീസസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിന്റെ. അപ്പോ അങ്ങനെ നമ്മൾ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് സർവീസ് പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഓവർ ഹെഡ് കോസ്റ്റ് എങ്ങനെ മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റൂ? ത്രൂ പെൻ ആൻഡ് പെൻസിൽ മാത്രമേ റിക്കവർ ചെയ്യാൻ പറ്റൂ. കറക്റ്റ്. ഇതുപോലെ ഒരു ലെറ്റ്സ് സേ റിപ്പയർ, ഇവര് പെൻ ആൻഡ് പെൻസിൽ ഉണ്ടാക്കുന്നത് മെഷീൻ ഇന്റൻസീവ് ആണ്. മെഷീൻ ഇന്റൻസീവ് ഓപ്പറേഷൻസ് ആണ്. കുറെ മെഷീൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ട് അതിനൊരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവര് പുറത്തേക്ക് ഒരു സർവീസും ചെയ്യുന്നില്ല, ഇവിടുത്തെ മെഷീനറീസ് റിപ്പയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോ അതും അവിടെ വരുന്ന ചെലവും ഈ പെൻ ആൻഡ് പെൻസിലിന്റെ സെയിലിലൂടെ വേണം എന്ത് ചെയ്യാനായിട്ട്? റിക്കവർ ചെയ്യാനായിട്ട്. സോ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും കഴിഞ്ഞാൽ ഈ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന എക്സ്പെൻസസ് വിൽ അപ്പോർഷൻ, കുറച്ച് പോർഷൻ പെന്നിന് കൊടുക്കും, കുറച്ച് പോർഷൻ ആർക്ക് കൊടുക്കും? പെൻസിൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കും. ക്ലിയർ ആയോ? സോ നമുക്ക് സെയിം എക്സാമ്പിൾ വിൽ ഡീൽ വിത്ത്. തവണ ഞാൻ ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് ഒന്നും എഴുതുന്നില്ല. പെൻ, പെൻസിൽ, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്. പെൻ, പെൻസിൽ ആൻഡ് ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് നമുക്ക് വരുന്ന ഫാക്ടറി റെന്റ് 70,000 പെർ ആനം ആണ്. ആൻഡ് ഇത് യൂസ് ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് പെൻ ഡിപ്പാർട്ട്മെന്റ് 4,000 സ്ക്വയർ ഫീറ്റ്, ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് 2,000 സ്ക്വയർ ഫീറ്റ്, ആൻഡ് ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് 1,000 സ്ക്വയർ ഫീറ്റ്.
again lighting charges നമുക്ക് വരുന്നത് 50,000 per annum ആണെന്ന് വിചാരിക്കാം. And lighting points, let's say 3,000, 1,000, sorry, 3,000 ഒന്നും വേണ്ട അല്ലേ, 30, 10 and 10. Let's make it like that. 30, 30, 10 and 10 lighting points ആണുള്ളത്. These are area. These are lighting points. And welfare activities. Welfare activities, let's say 30,000 per annum. And they have employees 25, 5. For easy ആയിട്ട് കാൽക്കുലേഷന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്, ഡോണ്ട് വറി. സോ ഇത് നമ്മൾ എങ്ങനെ അപ്പോർഷൻ ചെയ്യും? ഇവിടെ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഓവർഹെഡ്സ് ഒക്കെ നേരത്തെ നമ്മൾ എന്താ ചെയ്തേ? നേരത്തെ ഈ ഓവർഹെഡ്സ് പെൻ ഡിപ്പാർട്ട്മെന്റും പെൻസിൽ ഡിപ്പാർട്ട്മെന്റും നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഇത് നിങ്ങൾ ഇപ്പൊ ചെയ്യുമ്പോൾ വി ഹാവ് അനദർ ഡിപ്പാർട്ട്മെന്റ്, കാന്റീൻ ഡിപ്പാർട്ട്മെന്റ്. പക്ഷേ ഇത് രണ്ടും എന്ത് ഡിപ്പാർട്ട്മെന്റാ? ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബട്ട് ഇത് എന്ത് ഡിപ്പാർട്ട്മെന്റാ? സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവര് പുറത്തേക്ക് ഒന്നും സെല് ചെയ്യുന്നില്ല. ദേ ആർ സർവീസിങ് എ പ്രൊഡക്ഷൻ, അതർ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സ്. സോ ആദ്യം ഫാക്ടറി റെന്റ് ഈ 3 പേർക്കും വീതിച്ചു കൊടുക്കണം. ലൈറ്റിംഗ് ചാർജസ് 3 പേർക്കും എന്ത് ചെയ്യണം? വീതിച്ച് കൊടുക്കണം. വെൽഫെയർ ആക്ടിവിറ്റീസ് 3 പേർക്കും വീതിച്ചു കൊടുക്കണം. എന്തിന്റെ ബേസിസിൽ? ഈ ബേസിസിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. സോ നമുക്കത് ആദ്യം ചെയ്യാം. ഞാനിവിടെ അതിനു മുമ്പ് I'll write something, then I'll explain later. Primary distribution എന്താണെന്നുള്ളത് ഞാൻ പറയാം. നമ്മൾ ചെയ്ത കാര്യം തന്നെയാണ്. I will explain. Don't worry. Expense, next column amount, next column basis, next column proportion, then we'll have no departments. Overhead, amount, basis, proportion, pen, pencil and canteen. So first step എന്താ? ഈ ഓവർഹെഡ്സ് മുഴുവൻ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഇൻക്ലൂഡിങ് സർവീസ് ഡിപ്പാർട്ട്മെന്റില് നമ്മൾ എന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ലൈറ്റിംഗ് ചാർജ്, വെൽഫെയർ ആക്ടിവിറ്റീസ്. ഐ എം സോറി, ലാസ്റ്റ് ഇത് കുറച്ച് ക്ലിയർ കുറവുണ്ടല്ലേ, തിരുത്താം. വെൽഫെയർ എക്സ്പെൻസസ്. ഇവിടെ ഫാക്ടറി റെന്റ് ഞാൻ ഫിഗേഴ്സ് ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തു. 3 ഡിപ്പാർട്ട്മെന്റ് വരുമ്പോൾ അതിന്റെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് ടു റെഫർ അഗൈൻ. 70, 50, 30 അല്ലേ? 70,000, 50,000,
30,000. എന്ത് ബേസിസിലാണ് നമ്മൾ ചെയ്തത്? ഓരോ എക്സ്പെൻസ് ഓരോ ബേസിസിലാണ്. ഇപ്പൊ റെന്റ് ആവുമ്പോ ഏരിയ, ഇതെന്തായിരുന്നു? ലൈറ്റിംഗ് പോയിന്റ്സ്. ഇത് ഓരോ എക്സ്പെൻസിന്റെ നാച്ചർ അനുസരിച്ച് മാറും ട്ടോ. എംപ്ലോയീസ്, നമ്പർ ഓഫ് എംപ്ലോയീസ്. പ്രൊപ്പോർഷൻ എങ്ങനെയാ? നമുക്ക് മേലെ നിന്ന് എഴുതാം. ഇവിടെ എന്തായിരുന്നു? 4,000:2,000:1,000. നമ്മളെല്ലാരും 10ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ പഠിച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് ഇനി അതൊന്ന് ഷോർട്ട് ആക്കി എഴുതാം അല്ലെ. 4:2:1. 4,000 4:2,000 എന്നല്ല, 4:2:1. ചുരുക്കി എഴുതുന്നതാണ്. അറിയാലോ എല്ലാവർക്കും, ഞാൻ പറയണ്ടല്ലോ. ഇനി അത് ഹോപ്പ്ഫുള്ളി 4:2:1. നെക്സ്റ്റ് എന്താ? 30:10:10. ഇതിന്റെ റേഷ്യോ എന്താ വരിക? 3:1:1. 3:1:1. നെക്സ്റ്റ് എങ്ങനെയാ വരുന്നേ? 20:5:5 അല്ലെ? ഓക്കെ, അതും നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതുക? 20:5:1 എങ്ങനെ എഴുതുമെന്ന് ആലോചിച്ച് നോക്കൂ. അറിയാത്തവർക്ക് വേണ്ടി, കൺഫ്യൂഷൻ വേണ്ടാന്ന് വെച്ച് പറയുന്നതാണ് കേട്ടോ. എല്ലാത്തിലും കോമൺ 5 അല്ലേ? ഡിവൈഡഡ് ബൈ 5. സോ എന്ത് വരും? 4:1:1. അങ്ങനെയാണ് ഞാൻ ഇവിടെ താഴെ 4:1:1 എഴുതാൻ പോകുന്നത്. ഇതൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ ക്ലിയർ ആയിട്ട് ബേസിക് മാത്സ് പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ ഒരു മടിയില്ല. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. കാരണം അതുകൊണ്ട് ആർക്കും തെറ്റിപ്പോരുത്. സോ ഇവിടെ ഇനി നമുക്ക് അപ്പോർഷൻ ചെയ്യാം. 70,000 അല്ലേ? 70,000 അപ്പോർഷൻ ചെയ്യുമ്പോൾ എത്ര വരെ? 70,000 into 4/7. So 70,000 into 4/7. 70,000 into 4/7. എത്ര വരിക? 40,000. Similarly, 70,000 into 2/7 comes to 20,000. ഞാൻ ഈ കാൽക്കുലേഷൻ എഴുതുന്നില്ല. And 70,000 into 1/7, 10,000. Similarly, 50,000 into, ഞാൻ എഴുതാം, 50,000 into 3/4. Sorry, 3/5, 30,000. 50,000 into 1/5, 10,000. 10,000. Next, 30,000 into 4/6. 30,000 into 4/6. എത്ര വരിക? 20,000. 30,000 into 1/6, 5,000. 5,000. ഇനി നമ്മളിത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 40,000 പ്ലസ് പെൻ ഡിപ്പാർട്ട്മെന്റ് എത്ര വരും? 40, 30, 20, 90. എത്ര വന്നു? 70,000 പ്ലസ് 20,000, 90,000. 35,000. 25,000. നമ്മുടെ ടോട്ടൽ ഓവർഹെഡ്സ് എത്രയായിരുന്നു? 1,50,000. 3 ആഡ് ചെയ്ത് നോക്കൂ. 30,000 പ്ലസ് 35,000 പ്ലസ് 25,000, 60. 90,000 plus 60, 1,50,000. So properly നമ്മൾ എന്ത് ചെയ്തു? Allocate ചെയ്തു. This is what you call primary distribution. Primary distribution means overheads to all departments, including service department. എല്ലാ ഓവർഹെഡ്സ് എല്ലാം എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നമ്മൾ എന്ത് ചെയ്യും? വീതിച്ച് കൊടുക്കും, ഇൻക്ലൂഡിങ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ്, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിന്ന് ഈ ഓവർഹെഡ്സ് ഇവിടെ വെച്ചോണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ടാ? നമ്മൾ പ്രൊഡക്റ്റ് ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? സെല്ല് ചെയ്യുന്നില്ല. ഒരു പ്രൊഡക്റ്റും നമ്മൾ സെല്ല് ചെയ്യുന്നില്ല. അപ്പോ ഈ ഡിപ്പാർട്ട്മെന്റിന്റെ, ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഓവർഹെഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആയ പെൻ ആൻഡ് പെൻസിലിന് നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ബി ഡിപ്പാർട്ട്മെന്റ് എ. സോ പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇത് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കണം. സോ ദിസ് ഇസ് വാട്ട് യു കോൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ.
എന്താണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ? അലോക്കേഷൻ ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഓവർഹെഡ്സ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. Secondary distribution. Let's do this, right? So canteen department 25,000 ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അലോക്കേറ്റ് ചെയ്യേണ്ടത്. Canteen department എത്രയായിരുന്നു? 25,000 ആണ് ടോട്ടൽ അതിന്റെ ഓവർഹെഡ്സ് വന്നത് അല്ലെ. നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. 25,000 ആണ് ടോട്ടൽ ഓവർഹെഡ്സ് വന്നത്. Now this needs to be allocated to pen and pencil. എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? നിങ്ങളൊന്ന് പറഞ്ഞേ, എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? ഞാനൊരു 30 സെക്കൻഡ് സൈലൻസ് തരാം. എങ്ങനെ അലോക്കേറ്റ് ചെയ്യുമെന്ന് പറയാം. ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക. എന്തായിരിക്കും പറ്റിയൊരു ബേസിസ്? എന്തായിരിക്കും? ആൻസർ ഇവിടെ തന്നെ ഉണ്ട്, സ്ക്രീനിൽ തന്നെ ഉണ്ട്. സിമ്പിൾ ആണല്ലേ. ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ആരെയും സർവീസ് ചെയ്യുന്നത്? പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിനെ. അവിടെ ആരെയും സർവീസ് ചെയ്യുന്നത്? അവിടുത്തെ എംപ്ലോയീസിനെ. സോ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ്സ് എങ്ങനെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയി ഉണ്ട് നോക്കിയാൽ പോരെ. അതിനെ ബേസ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇവിടെ പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിൽ എത്ര എംപ്ലോയീസ് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞേ? 20 എംപ്ലോയീസ് പെൻ ഡിപ്പാർട്ട്മെന്റിലും 5 എംപ്ലോയീസ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിലും. സോ ഈ 25,000 നമ്മൾ അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാ? അലോക്കേറ്റഡ് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് എംപ്ലോയീസ്. നോർമലി നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റ്, അതായത് ഇന്ന ഡിപ്പാർട്ട്മെന്റിന്, അതായത് സർവീസ് ഡിപ്പാർട്ട്മെന്റ്, എ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, ബി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് 20%, 10% സർവീസ് പോകുന്ന ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് തരും. അങ്ങനെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാം. അതുപോലെ തന്നെ ചില സമയത്ത് നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കേണ്ടി വരും. സോ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഇവിടെ സിമ്പിൾ ആയിട്ട് ബേസ്ഡ് ഓൺ എംപ്ലോയീസിന്റെ ബേസിസ് നമുക്ക് എന്ത് ചെയ്യാം? അലോക്കേറ്റ് ചെയ്യാം. സോ എന്തായിരുന്നു റേഷ്യോ? 20:, മറന്നുപോയി, ഒരു മിനിറ്റ്, 20:5. 20:5. Other words, 4:1. So 25,000 into 20/25. 20,000. ഇവിടെ എത്ര വരും? 25,000 into 5/25. 5,000. Now ഇവിടെ നോക്കൂ, പെൻ ഡിപ്പാർട്ട്മെന്റിന്റെ ടോട്ടൽ ഓവർഹെഡ്സ് 90,000 വന്നു, പെൻസിലിന്റെ 35,000 വന്നു. അത് കഴിഞ്ഞിട്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അലൊക്കേഷൻ 20,000 വന്നു, 5,000 പെൻസിലിലേക്കും വന്നു. സോ ടോട്ടൽ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് particulars, pen, pencil. പ്രൈമറി അലൊക്കേഷൻ. നമ്മൾ പ്രൈമറി അലൊക്കേഷൻ ചെയ്തു അല്ലെ. പ്രൈമറി അലൊക്കേഷൻ പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് എത്ര ഒന്നും ആയി നമുക്ക് നോക്കാം. പ്രൈമറി അലൊക്കേഷൻ ക്ലിയർ ആയിട്ട് എഴുതാം. പ്രൈമറി അലൊക്കേഷൻ ഓർ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എത്രയായിരുന്നു? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ, ഇതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. പെന്നിന് 90,000ഉം പെൻസിലിന് 35,000ഉം. സോ പെന്നിന് 90,000, പെൻസിലിന് 35,000. ഇനി
നെക്സ്റ്റ് നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്തു. പ്രൈമറി അലൊക്കേഷനിൽ സർവീസ് ഡിപ്പാർട്ട്മെന്റ് അലൊക്കേഷൻ വന്നു. ആ അലൊക്കേഷൻ നമ്മൾ ആർക്ക് വിധിച്ചു കൊടുത്തു? പെൻ ആൻഡ് പെൻസിലിന്. സോ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അതിൽ എത്രയാ വന്നേ? 20,000 and 5,000. ടോട്ടൽ എത്ര വന്നു? 1,10,000 പെൻ ഡിപ്പാർട്ട്മെന്റിനും പെൻസിൽ ഡിപ്പാർട്ട്മെന്റിന് 40,000. ടോട്ടൽ 1,50,000 ആണ് നമുക്ക് വന്നിട്ടുള്ളത്. നോക്കൂ, നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് എത്രയാ വന്നേ നോക്കൂ. 1,50,000. ഈ 1,50,000 എവിടേക്ക് മാത്രമായിട്ട് അലൊക്കേറ്റ് ചെയ്തു? ടോട്ടൽ 1,50,000 പെൻ ഡിപ്പാർട്ട്മെന്റിനും പെൻസിൽ ഡിപ്പാർട്ട്മെന്റിനും. നൗ ഓവർഹെഡ് റിക്കവറി റേറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ലെറ്റ്സ് ഡു ഇറ്റ്. വി ക്യാൻ ബേസ്ഡ് ഓൺ യൂണിറ്റ്സ് നമുക്ക് ചെയ്യാം, ഓർ ബേസ്ഡ് ഓൺ ലേബർ ഹവേഴ്സ് ചെയ്യാം. കൺവീനിയൻസിന് വേണ്ടി ആസ് ഓഫ് നോ ഞാൻ യൂണിറ്റ്സ് മാത്രമേ ചെയ്യുന്നുള്ളൂ. 1,10,000 ആണ്. എത്ര യൂണിറ്റ്സ് അവരുണ്ടാക്കുക? 1,00,000 യൂണിറ്റ്സ് ആണ് അവരുടെ കപ്പാസിറ്റി അല്ലേ? പെൻസിൽ ഡിപ്പാർട്ട്മെന്റിയോ 40,000 ആണ് വന്നത്. എത്ര യൂണിറ്റ്സ് അവരുടെ കപ്പാസിറ്റി? 50,000 യൂണിറ്റ്സ് ആണ് കപ്പാസിറ്റി. സോ അവരുടെ റിക്കവറി റേറ്റ് എന്തായിരിക്കും? ഓവർഹെഡ് റിക്കവറി റേറ്റ് 1,10,000 ഡിവൈഡഡ് ബൈ 1 lakh. 1 is 1.1 per unit. ഇവിടെ എന്താ വരിക? 40,000 by 50,000. 0.8 per unit. അപ്പൊ പ്രൈമറി ഡിസ്ട്രിബ്യൂഷനും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മളൊരു ഓർഗനൈസേഷനിൽ ചിലപ്പം സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവാം. ഈ സർവീസ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ കോസ്റ്റ് ഓവർഹെഡ്സ് നമുക്ക് പുറത്ത് വിൽക്കാത്തത് കൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് അബ്സോർബ് ചെയ്യണം. അപ്പൊ എന്തെങ്കിലും റീസണൽ ബേസിസിൽ അബ്സോർബ് ചെയ്യണം. സോ ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ എല്ലാ ഓവർഹെഡ്സിനെയും, എല്ലാ പ്രൊഡക്ഷൻ ഓവർഹെഡ്സിനെയും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റും സർവീസ് ഡിപ്പാർട്ട്മെന്റും ഉൾപ്പെടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മൾ കൊടുക്കണം. അതിനാണ് എന്ത് വിളിക്കുക? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ദെൻ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് 25,000 ആണ് അലൊക്കേഷൻ വന്നത്. പെൻ ആൻഡ് പെൻസിലിന് ഇത്രയും വന്നു. ഈ 25,000 നമ്മൾ ഇങ്ങോട്ട് കൊടുക്കണം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്. എന്തുകൊണ്ടാ? ക്യാൻറ്റീൻ പുറത്തേക്കൊന്നും വിൽക്കുന്നില്ല. ഈ ഓവർഹെഡ്സ് ഏതിന്റെ പ്രൈസിംഗിൽ കൂടെ ചാർജ് ചെയ്യണം? പെൻ ആൻഡ് പെൻസിലിന്റെ. ഈ 25,000 നമ്മൾ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വഴി. എങ്ങനെയാ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ കൊടുത്തേ? എന്ത് എക്സ്പെൻസ് ആണ് നോക്കി? ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ആണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് എംപ്ലോയീസിന്റെ ബേസിസിൽ കൊടുക്കാം. പെൻ ആൻഡ് പെൻസിൽ ഡിപ്പാർട്ട്മെന്റിൽ 20ഉം 5ഉം എംപ്ലോയീസ് ആണ്. അതിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തു? അപ്പോർഷൻ ചെയ്ത് കൊടുത്തു. സോ 20,000ഉം 5,000ഉം കൊടുത്തു. ദെൻ ഇതിലെല്ലാം കൂടെ കൂട്ടി. പ്രൈമറി അലൊക്കേഷനിൽ പെൻ ഡിപ്പാർട്ട്മെന്റ് മൊത്തം ഓവർഹെഡ്സ് വരുന്നത് പ്രൈമറി അലൊക്കേഷനിൽ വന്ന പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ വന്ന 90,000, സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ വന്ന 20,000, പെൻസിൽ ഡിപ്പാർട്ട്മെന്റ് 35,000 and 5,000. അങ്ങനെ ടോട്ടൽ 1,50,000 നമ്മൾ അലൊക്കേറ്റ് ചെയ്തു. ഇവിടെ നോക്കിയാൽ കാണാം 1,50,000 ആണ് നമ്മുടെ എക്സ്പെൻസ് വരുന്നത്. സോ നിങ്ങൾ ഓവർഹെഡ്സ് അബ്സോർബ് ചെയ്യാൻ പഠിച്ചു. ഇതുവരെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഓവർഹെഡ്സ് അബ്സോർബ് ചെയ്യാൻ പഠിച്ചു. എന്താണ് ഓവർഹെഡ് റിക്കവറി റേറ്റ്? എന്തിനാണ് അത് ചെയ്യുന്നത്? പ്രൈസിങ്ങിന് വേണ്ടിയിട്ടാണ്. ദെൻ സർവീസ് ഡിപ്പാർട്ട്മെന്റ് വന്നാൽ എങ്ങനെ നമ്മൾ ഓവർഹെഡ് റിക്കവറി കണ്ടുപിടിക്കും? ആദ്യം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യണം. ദെൻ അതിൽ നിന്ന് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ വഴി പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യണമെന്ന് പഠിച്ചു. ഇനി I'll explain another scenario. Let's say there are two departments, A, B. വേണ്ട, നമുക്ക് നമ്മുടെ എക്സാമ്പിളിൽ കൂടെ തന്നെ I'll explain. We have a pen department, we have a pencil department, we have a canteen department, we have a repair and maintenance department. ഇവിടെ ഇത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇതും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇതും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഐ എം സോറി.
ഇതും സർവീസ് ഡിപ്പാർട്ട്മെന്റ് ആണ്. സോ ലെറ്റ്സ് ഇമാജിൻ ക്യാൻറ്റീനിൽ നിന്ന് എങ്ങോട്ടൊക്കെ സർവീസ് പോകുന്നുണ്ട്? പെൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്, ആൻഡ് റിപ്പയർ ആൻഡ് സർവീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നുണ്ട്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്? പെന്നിലേക്ക് പോകുന്നുണ്ട്, പെൻസിലേക്ക് പോകുന്നുണ്ട്, ആൻഡ് ക്യാൻറ്റീനിലേക്ക് പോകുന്നുണ്ട്. അപ്പോ ഇവിടെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻറ്റീൻ ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലം സർവീസ് കൊടുക്കുന്നുണ്ട്, റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഇംഗ്ലം സർവീസ് കൊടുക്കുന്നുണ്ട്. സോ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഈ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റും മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? സർവീസ് കൊടുക്കുന്നുണ്ട്. ആ സിറ്റുവേഷനിൽ നമ്മൾ എങ്ങനെ ഓവർഹെഡ്സിന്റെ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നടത്തും? അതാണ് നമ്മുടെ ഒരു പ്രശ്നം. നമുക്ക് അതിനെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിൾ ഒന്ന് നോക്കിയേ. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ആണ്, ബി ആണ്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് എ, ബി, സി ആണ്. 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് നമുക്ക്. സർവീസ് ഡിപ്പാർട്ട്മെന്റ് 2 ഉണ്ട്, എക്സും വൈയും. സർവീസ് ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ റേഷ്യോ ഓഫ് എക്സിന്റെ എയിലേക്ക് 20%, ബിയിലേക്ക് 40%, സിയിലേക്ക് 30%, ആൻഡ് വൈയിലേക്ക് 10%. വൈ ഡിപ്പാർട്ട്മെന്റ് എയിലേക്ക് 40%, ബിയിലേക്ക് 20%, സിയിലേക്ക് 20%, ആൻഡ് എക്സിലേക്ക് 20%. സോ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, നമുക്കിതിനെ ആദ്യം വെറുതെ ഒന്ന് നമ്മുടെ രീതിയിൽ ഒന്ന് വെറുതെ ചെയ്ത് നോക്കാം. എന്താ ഉണ്ടാവണേ നമുക്ക് നോക്കാം. അത് ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ടേക്ക് എ മൊമെന്റ്. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ? എ, ബി, സി. സർവീസ് ഡിപ്പാർട്ട്മെന്റോ? എക്സ് ആൻഡ് വൈ. ആൻഡ് നമ്മള് ഓൾറെഡി നമുക്ക് അവര് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ കഴിഞ്ഞിട്ട് അലൊക്കേഷൻ തന്നിട്ടുണ്ട്. സോ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം എത്ര അലൊക്കേഷൻ വരുന്നേ? പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ പ്രകാരം നമുക്ക് എത്ര എക്സ്പെൻസ് വരുന്നേ? 2400, 2100, 1500. എ, ബി, രണ്ടായിരത്തി ഒരുന്നൂറ്, 1500. ഇനി അടുത്ത എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്? എക്സ്പെൻസസ് ഓഫ് സർവീസ് ഡിപ്പാർട്ട്മെന്റ്. സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പെൻസസ് 700, എക്സിന്റെ 700, വൈയുടെ 900. ഇതെങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് നോക്കാം. എക്സിന്റെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ കാര്യമാണ് പറയുന്നത്. എക്സിന് 700, വൈക്ക് 900. ഇത് ഏത് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം? 20, 40, 30, 10. 20:40:30:10. എങ്കിലും കൂടി ഉണ്ട് അതിന്റെ അർത്ഥം. എക്സ്, വൈ. എക്സ് വൈക്ക് സർവീസ് കൊടുക്കുന്നുണ്ട് 10, കറക്റ്റ്.
Similarly, y ആർക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്? എക്സിനും കൊടുക്കുന്നുണ്ട്. 40 20 20 20. സോ വൈൻ്റെ എഴുതാണെങ്കിൽ 40:20 എല്ലാം 20 ആണ്. ഫൈൻ. 40:20 എക്സിനാണ് കൊടുക്കുന്നത് അല്ലെ. 20:20. 40:20 ഇത് ബ്ലാങ്ക് ആണ്, ഇവിടെ ഇത് ബ്ലാങ്ക് ആണ്. സോ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്പെൻസസ് രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെൻസസ് ഷെയർ ചെയ്യുന്നുണ്ട്. വിച്ച് മീൻസ് എക്സ് എന്ന സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിനും വൈക്ക് സർവീസ് കൊടുക്കുന്നുണ്ട്, വൈ എന്ന് പറഞ്ഞ സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സിനും സർവീസ് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ അലൊക്കേഷൻ ചെയ്തു കഴിഞ്ഞാൽ എന്താ പ്രശ്നം വരാൻ നമുക്കൊന്ന് നോക്കാം. നമുക്ക് അതിന്റെ അലൊക്കേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് വെറുതെ അലൊക്കേഷൻ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി ഇഷ്യൂ. Let's start allocating. Okay, department A, we have one department. ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ? നമ്മുടെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ? എ ബി സി അല്ലേ. സോ ലെറ്റ്സ് റൈറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എ ബി സി, സർവീസ് ഡിപ്പാർട്ട്മെന്റ് എക്സ് വൈ. ഇനി നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി ചെയ്തതാണ്. പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി നമ്മൾ ചെയ്തു കഴിഞ്ഞു. 2400, 2100, 1500, എക്സിന് 700, വൈക്ക് 900. സോ നെക്സ്റ്റ് നമ്മൾ എന്താ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്? എക്സിന്റെ സർവീസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാ. എക്സിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക? ഈ 700 എക്സിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകണം. എന്താ റേഷ്യോ എക്സിന്റെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? നോക്കൂ, എന്താ റേഷ്യോ? 20:40:30:10. നമുക്ക് അതിനെ ചുരുക്കി എഴുതാം. എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാ വരിക? 2:4:3:1. കറക്റ്റ്. സോ 700 രൂപയാണ് എക്സിന്റെ വരുന്നത്. 700 രൂപ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവാണ്. 700 rupees ആണ് വരുന്നത്. സോ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും? 700 into 2 എത്ര വരാ? 4 + 2 6, 6 + 3 9, 9 + 1 10. കറക്റ്റ്. 2/10. Two by 10. 140. 280. 4/10 വരിക അല്ലെ. 700 into 4/10 280. Next 700 into 3/10 210. 700 മൊത്തം നമ്മൾ അലോക്കേറ്റ് ചെയ്തു അല്ലെ. 700 ഇവിടെ നിന്ന് മൈനസ് ആയി, 0 ആയി. 700 പോയി. ഇനി 1ലേക്ക് എത്ര വരും? 700 into 1/10. How many is that? 70. Okay. Now ഇനി വൈനെ നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. വൈയുടെ റേഷ്യോ എത്ര അലോക്കേറ്റ് ചെയ്യാനുള്ളത് നോക്കൂ. 40:20:20. ആ 0 എടുത്ത് കളഞ്ഞു നോക്കിയേ. 4:2:2. ഇനി ആ എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ.
2:1:1:1. കറക്റ്റ്. സോ നമുക്ക് അതിനെ ചുരുക്കി എഴുതാം. 2:1:1:1. എത്ര എമൗണ്ട് നോക്കൂ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എമൗണ്ട് ഇവിടെ 900 പക്ഷെ ഫസ്റ്റ് എക്സ് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇവിടേക്ക് എത്ര വന്നു? 70 വന്നു വൈയിലേക്ക്. 700ന്റെ 1/10. സോ ഇവിടെ വൈയുടെ എമൗണ്ട് മാറി. വൈയുടെ എമൗണ്ട് എത്രയായി? 970. ഈ 970 വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അലോക്കേറ്റ് ചെയ്യാൻ. സോ എങ്ങനെ എഴുതുക? 970 അലോക്കേറ്റ് ചെയ്യണം. റേഷ്യോ എത്രയാ? 2/2 + 3 അല്ലെ? 2 + 1 + 1 + 1. സോ എത്ര വരിക? 5. എത്ര ആൻസർ വരുന്നത്? 970 × 2/5. 388. നെക്സ്റ്റ് 970 × 1/5. 194. എല്ലായിടത്തും സെയിമാ വരും അല്ലെ? റേഷ്യോ സെയിം അല്ല. 1:1:1. സോ 194. 194. ഇവിടെ എന്താ? 970 മുഴുവൻ അലോക്കേറ്റ് ചെയ്തു. ഇത് 0 ആയി. ഇവിടെ ഒരു പ്രശ്നം വന്നു നോക്കൂ. ഇത് അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ എക്സിലേക്ക് പിന്നെയും എന്ത് വരികയാണ്? അലോക്കേഷൻ വരികയാണ്. 194ന്റെ അലോക്കേഷൻ വന്നു. നമ്മൾ എന്ത് ചെയ്യണം? ഈ 194 ആദ്യം അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് എക്സിന്റെ അലോക്കേഷൻ 2:4:3:1. എത്ര അലോക്കേഷൻ വരാ? 194 ആണ് നമുക്ക് അലോക്കേറ്റ് ചെയ്യാനുള്ളത് അല്ലെ? 700 പോയി. 700 ഉണ്ടായിരുന്നു, 700 പോയി, പിന്നെ 194 വന്നു. How much will be 194 × 2/10? 194 × 2/10. 38.8. into 4/10 77.6 വരും. into 3/10 58.2 ഇവിടെ വരും. ഇവിടെ 194 ഡിഡക്ഷൻ വരും. into 1/10. ആൻഡ് വൈയിലേക്ക് പിന്നെ അലോക്കേഷൻ വരും അല്ലേ? 19.40 ഇവിടെ അലോക്കേഷൻ വരും. ഇനി നോക്കുക, ഇപ്പൊ എക്സിന്റെ അലോക്കേഷൻ 0 ആയി പോയി അല്ലെ? 700 - 700 0. 194 - 194 0. പക്ഷെ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ആദ്യം 19.4 വന്നു. സോ വൈനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. സെയിം റേഷ്യോ 2:1:1:1. അലോക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര വരാ? 19.40 into how will you allocate? എമൗണ്ട് എത്ര അലോക്കേറ്റ് ചെയ്യാൻ പോകുന്നത്? 19.40. how will we allocate 19.40 into 2/5? 19.40 into 2/5. 7.76. 7.76. Similarly, 19.40 multiplied by 1/5. 3.88. 3.88. 3.88. Then 19.40 full allocate ചെയ്ത് കഴിഞ്ഞു. Now again we have a problem. എക്സിലേക്ക് പിന്നെയും എമൗണ്ട് വന്നു 3.88. അതാദ്യം അലോക്കേറ്റ് ചെയ്യണ്ടേ? സോ വി ആർ അലോക്കേറ്റിംഗ് അഗെയിൻ 2:4:3:1. എത്ര എമൗണ്ട്? 3.88. അലോക്കേറ്റ് ചെയ്യുമ്പോൾ എത്ര നോക്കാം? 3.88 into 2/10. ഞാൻ ഇനി ആദ്യം എഴുതുന്നില്ല കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 0.776. 3.88 into 4/10. 1.552. 3.88 into 3/10. 1.164. 3.88 into 1/10. 0.388.
3.388. ഇവിടെ എന്താ, ഇത് 3.88 ഫുൾ അലക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, 0. ഇവിടെ ഇതിങ്ങനെ നമുക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ നീണ്ടുപോകും. ഇപ്പൊ ഇവിടെ എമൗണ്ട് വളരെ നെഗ്ലിജിബിൾ ആയി അല്ലെ, പൈസയിലേക്ക് വന്നു. ഇനി അലൊക്കേഷൻ ചെയ്യണോ? വേണ്ട. ഇനി നമ്മൾ എന്ത് ചെയ്യണ്ട, അലൊക്കേഷൻ ചെയ്യണ്ട. അപ്പൊ നമ്മൾ ഇതിപ്പോ ടോട്ടൽ ചെയ്യുവാണെങ്കിൽ ഇവിടെ 0 വരും, എല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ 700 മൈനസ് 700, 194 മൈനസ് 194, 3.88 പ്ലസ് മൈനസ് 3.88, 0. ഇവിടെ ഒരു 0.388 വെക്കും, നിന്നോട്ടെ, കുഴപ്പമില്ല. നെഗ്ലിജിബിൾ എമൗണ്ടാ, പൈസയാണ്, ഇറ്റ്സ് ഫൈൻ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രൊഡക്ഷൻ ഇവിടേക്ക് വന്ന ഓവർഹെഡ്സ് കിട്ടാൻ ഇതെല്ലാം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. 2400 പ്ലസ് 140 പ്ലസ് എയുടെ കേസിൽ കേട്ടോ, എ ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെ കണ്ടുപിടിക്കുക, 2400 പ്ലസ് 140 പ്ലസ് 388 പ്ലസ് 38.8 പ്ലസ് 7.76 പ്ലസ് 0.776, 2975. ഇതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് ശേഷം എയുടെ ടോട്ടൽ ഓവർഹെഡ്സ്. Similarly, ബിയുടെ 2100 plus 18 plus 194 plus 77.6 plus 3.88 plus 1.55, 2657. ഞാൻ again points just skip ചെയ്യാണ്, 2657. And സിയുടെ 1500 plus 210 plus 194 plus 58.2 plus 3.88 plus 1.164, 1967. ഇത്രയാണ് എക്സ്പെൻസസ് അലൊക്കേറ്റ് ചെയ്തത്. എഗെയിൻ നോക്കാം, നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമേ അലൊക്കേഷൻ വരാൻ പാടുള്ളൂ. പി 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 മൂന്നും പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബാക്കിയുള്ളതിൽ എന്തായിരിക്കണം, 0 ഓർ വെരി നെഗ്ലിജിബിൾ. ഇങ്ങനെ രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റ് പരസ്പരം സർവീസ് കൊടുക്കുമ്പോൾ ഇവിടെ എക്സ് വൈക്കും ഇങ്ങനെ, വൈക്ക് എക്സിനും ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോവുക. എക്സ് എന്ന് കൊടുക്കുക, ദെൻ വൈ എന്ന് കുറച്ച് കൊടുക്കുക, എന്നിട്ട് അവസാനം ഇവിടെ ഏതെങ്കിലും ഒരു സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ നെഗ്ലിജിബിൾ ഫിഗർ ആവുമ്പോൾ വിൽ സ്റ്റോപ്പ്. ഈ മെത്തഡിനെ വിളിക്കുന്ന പേരാണ് റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്താ, പ്രൈമറി അലൊക്കേഷന് ശേഷം, എന്താ പ്രൈമറി അലൊക്കേഷൻ, ഓവർഹെഡ്സ് ഒക്കെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനും അലൊക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ. അതിനുശേഷം സർവീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഓവർഹെഡ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്കും അതർ ഡിപ്പാർട്ട്മെന്റിലേക്കും അലൊക്കേറ്റ് ചെയ്യുന്നതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ. ഈ ചില സമയത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റുകൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്സിന് മാത്രം സർവീസ് ആണെങ്കിൽ ഈ മെത്തഡിലേക്ക് പോകണ്ട, നമ്മൾ നേരത്തെ ഇതുപോലെ ചെയ്താൽ മതി. പക്ഷെ പരസ്പരം രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ പരസ്പരം സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ അലൊക്കേഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും. ഒരെണ്ണം അലൊക്കേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും വൈയിൽ നിന്ന് വേറെ അലൊക്കേഷൻ വരും. നോക്കിയാൽ കാണാം, ഇവിടെ 700 അലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞു, 70 ഇങ്ങോട്ട് വന്നു, 970 അലൊക്കേറ്റ് ചെയ്തപ്പോഴേക്കും ഇങ്ങോട്ട് 194 വന്നു, 194 ഇവിടെ നിന്ന് പോയപ്പോഴേക്കും ഇവിടെ 19.4 വന്നു. ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അൺടിൽ ഇറ്റ് ബിക്കംസ് നെഗ്ലിജിബിൾ ഫിഗർ. നമ്മൾ അലൊക്കേഷൻ കണ്ടിന്യൂ ചെയ്യുക. രണ്ട് സർവീസ് ഡിപ്പാർട്ട്മെന്റിൽ പരസ്പരം സർവീസ് ചെയ്യുമ്പോൾ എങ്ങനെ സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്യും, ത്രൂ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാം. ഓർ വി ഹാവ് അനദർ മെത്തേഡ്, സിമിൾട്ടേനിയസ് മെത്തേഡ്. എന്താണ് സൈമിൾട്ടേനിയസ് മെത്തേഡ്, നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമ്മളിപ്പോ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്കൊന്ന് ചെയ്തു നോക്കാം എങ്ങനെ ചെയ്യാമെന്ന് സൈമിൾട്ടേനിയസ് മെത്തേഡിൽ. സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. എഗെയിൻ ഈ റേഷ്യോ ഒന്ന് നോക്കിയിട്ട് നമുക്ക് വരാം. എക്സിന് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിൽ വന്ന എക്സ്പെൻസ് 700 ആണ്. ആൻഡ് എക്സ് വൈക്ക് 10% സർവീസ് കൊടുക്കുന്നു. ആൻഡ് വൈയുടെ 900 ആണ് വന്നത്. ആൻഡ് വൈ 20% സർവീസ് എക്സിന് കൊടുക്കുന്നു. I'll write down. എക്സിന്റെ ഇപ്പോഴത്തെ ഓവർഹെഡ്സ് എന്ന് പറയുന്നത് 700 ആണ്. പ്ലസ് വൈയിൽ നിന്ന് അലൊക്കേഷൻ വരുമ്പോ 20% ഓഫ് വൈയും വരും. Am I right? എക്സിന്റെ ഓവർഹെഡ്സ് എന്താ നോക്കൂ, നമ്മളിവിടെ പറഞ്ഞായിരുന്നു 700 ആണ്. പ്ലസ് വൈ 900ന്റെ 20% എന്ത് ചെയ്യും, എക്സിന് അലൊക്കേറ്റ് ചെയ്യും.
20% എക്സിന് അലോക്കേറ്റ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ നോക്കിയാലും ക്ലിയർ ആണ്. എക്സിൽ നിന്നും വൈക്ക് 10% പോവും. വൈയുടെ എക്സ്പെൻസിന്റെ 20% എക്സിന് വരും. സോ എക്സിന്റെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് എന്താണ്? 700 പ്ലസ് വൈയിൽ നിന്നും വരുന്ന 20% അലോക്കേഷൻ. ഇനി വൈയുടെ എക്സ്പെൻസ് എന്താ? 900 പ്ലസ് എക്സിൽ നിന്നും വരുന്ന 10% ഓഫ് എക്സ്. Am I right? ഒന്നും കൂടെ നോക്കൂ, ശരിയാണോ നോക്കൂ. എക്സ് എന്ന ഡിപ്പാർട്ട്മെന്റിന് വൈക്ക് 10% കൊടുക്കും. അപ്പോ വൈയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് വൈയുടെ ഈ 900 പ്ലസ് എക്സിൽ നിന്നും വരുന്ന 10% ആണ്. എക്സിന്റെ എക്സ്പെൻസ് എന്താ? 700 പ്ലസ് വൈയിൽ നിന്നും വരുന്ന 20% ആണ്. ഇസ് ദാറ്റ് ക്ലിയർ? അപ്പോ നമുക്കിതിനെ ജസ്റ്റ് ഒരു ഇക്വേഷൻ ആയിട്ട് എഴുതി നോക്കാം. എന്താ ഉണ്ടാവുക? സോ എക്സ് ഇസിക്കൽ ടു 700 പ്ലസ് 0.20 വൈ. വൈ ഇസിക്കൽ ടു 900 പ്ലസ് 0.10 എക്സ്. ഇങ്ങനെ എഴുതാലോ? ഓക്കെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് നമ്മള് ഇതിനെ ഒരു ഇക്വേഷൻ ആക്കി നമുക്ക് മാറ്റാം. നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ഫോർമുലാസ് സോൾവ് ചെയ്യാൻ അറിയും എന്ന് വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ എന്നോട് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ അതിന് മാത്സ് ക്ലാസ് നമുക്ക് എടുക്കാം. നോ ഇഷ്യൂ. ലെറ്റ്സ് ഡു ദിസ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇതിനെ ഇക്വേഷൻ 1 എന്ന് വിളിക്കാം, ഇക്വേഷൻ 2 എന്ന് വിളിക്കാം. ഇനി ഇവിടെ y എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇക്വേഷനിൽ എഴുതിയിട്ടുണ്ട്. 900 പ്ലസ് 0.10 എക്സ് ആണ്. ഇവിടെ ഒരു y ഉണ്ട് അല്ലെ. ഈ yക്ക് പകരം നമുക്ക് ഈ വാല്യൂ ഇൻസേർട്ട് ചെയ്താലോ? അതായത് ഫോർമുല 1 or equation formula 1 or equation 1 y-നെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. y-നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. നമ്മൾ ക്രിക്കറ്റൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ലേ, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. എന്ത് വെച്ചിട്ട്? വിത്ത് ഇക്വേഷൻ 2. ഓക്കെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവുക നമുക്ക് നോക്കാം. എക്സ് ഇസിക്കൽ ടു 700 പ്ലസ് 0.20 വൈ ആണോ എഴുതണ്ടേ? അല്ല. വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യും? ഈ ഫോർമുലനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 0.20 ഇൻറ്റു 900 പ്ലസ് 0.10 എക്സ്. നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 700 പ്ലസ് 900 ഇൻറ്റു 0.2 എത്ര വരിക? 900 ഇൻറ്റു 0.2 180. 180 പ്ലസ് 0.2 ഇൻറ്റു 0.1 0.02 എക്സ്. 0.02 എക്സ്. So x is equal to 700 plus 180 plus 0.02 x. ഇവിടെ ഞാൻ റിപ്പീറ്റ് ചെയ്താൽ കാരണം വേറെ ഒന്നുമല്ല. ഈ എക്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ എപ്പോഴും ബേസിക്കലി എന്താ ഡിസ്ട്രിബ്യൂട്ട് ഇവിടെ ഒരു ഒന്നുണ്ട്. വെറുതെ എക്സ് എന്ന് എഴുതി അതിന്റെ അർത്ഥം എന്താണ്? ഇറ്റ് ഈസ് 1x. നൗ ഈ 0.02 എക്സിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താ ഉണ്ടാവുക? 1x മൈനസ് 0.02 എക്സ് ഇസിക്കൽ ടു 880. കറക്റ്റ്. ഇനി നമ്മൾ അതിനെ ഒന്നും കൂടെ ഡെവലപ്പ് ചെയ്യാണ്. സോ 1 മൈനസ് 0.02 എക്സ് ഇത്ര 0.98 എക്സ് ഇസിക്കൽ ടു 880. എക്സ് ഇസിക്കൽ ടു 880 ഡിവൈഡഡ് ബൈ 0.98. 880 divided by 0.98. എത്ര വരെ നമുക്ക്? 897. Let's round off to 898. So എക്സിന്റെ വാല്യൂ എത്രയാ? 898. അപ്പൊ എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടി. എക്സിന്റെ അപ്പൊ വൈന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് വൈന്റെ ഫോർമുല ഒന്ന് എടുത്ത് എഴുതാം. y ഈസിക്കൽ ടു ഇക്വേഷൻ 2 നോക്കുക. y ഈസിക്കൽ ടു എത്ര വരുന്നേ? 900 പ്ലസ് 0.1x. 900 plus 0.10 x. So y is equal to 900 plus 0.10 into x ന്റെ വാല്യൂ നമ്മളിപ്പോ ഡിറൈവ് ചെയ്തു അല്ലേ? 898. സോ എത്ര വരും? 900 plus
898 into 0.1. 89.8. Let's take it 89.8. So total 989.8. Let's നമുക്ക് round ചെയ്യാം just for purpose 990. So x is equal to 898, y is equal to 990. സോ നമ്മൾ ഈക്വേഷൻ വെച്ചത് ഡിറൈവ് ചെയ്യും എക്സിന്റെ വാല്യൂ വൈന്റെ വാല്യൂ. ഇനി ഇതെങ്ങനെ നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാം? നമ്മളിവിടെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത കാര്യം ഒറ്റയടിക്ക് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിപ്പോ കണ്ടത്. ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ. ഈ ഫോർമുല ചെയ്യുന്നതിൽ മാത്സിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. ഓക്കെ, നമുക്കിനി ഇത് അലോക്കേറ്റ് ചെയ്യാം. A, B, C, X, Y. നമുക്ക് പ്രൈമറി അലൊക്കേഷനിലെ ഫിഗേഴ്സ് എഴുതാം. പ്രൈമറി അലൊക്കേഷൻ എത്രയായിരുന്നു? പ്രൈമറി അലൊക്കേഷനിലെ ഫിഗേഴ്സ് അവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ. 2400, 2100, 1500. 2400, 2100, 1500, 700, 900. റൈറ്റ്, ഇതാണ് നമ്മുടെ എക്സ്ക്യൂസ് മീ, ഇതാണ് നമ്മുടെ ടോട്ടൽ എക്സ്പെൻസസ് വരുന്നത്. നൗ വിൽ അലക്കേറ്റ് എക്സും വൈയും അലക്കേറ്റ് ചെയ്യണം അല്ലേ? ലെറ്റ്സ് അലക്കേറ്റ് എക്സ്. അലക്കേറ്റ് ചെയ്യാനുള്ള റേഷ്യോ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എക്സിന്റെ റേഷ്യോ എത്രയാ? 2:4:3:1. 2:4:3:1. 2:4:3:1. ഇതാണ് റേഷ്യോ. എമൗണ്ട് എത്രയാ? എമൗണ്ട് നമ്മൾ ഇവിടെ കണ്ടുപിടിച്ച എമൗണ്ട് ഇടുക 898. സൈമിൾട്ടേനിയസ് ഈക്വേഷൻ വഴി എക്സ് എത്രയാ നമുക്ക് കിട്ടിയ? 898. ഞാൻ ലൊക്കേറ്റ് ചെയ്യാം. 898 into 2/10. 179.76. 179.60. ഇതെങ്ങനെ കിട്ടി എനിക്ക്? 898 multiplied by 2/10. Next 898 into 4/10. എത്ര വരും? 898 into 4/359.2. Next 898 into 3/10. 269.4. Next 898 into 1/10. 89.8. Okay. Next. ഇവിടെ എന്താ? ഇവിടെ 700 y.
നമുക്ക് തൽക്കാലം അത് എഴുതണ്ട. വിൽ ഡിസ്കസ് 89. നെക്സ്റ്റ് നമ്മൾ എന്തൊക്കെ അലൊക്കേറ്റ് ചെയ്യും? y അലൊക്കേറ്റ് ചെയ്യും അല്ലേ? നെക്സ്റ്റ് നമ്മൾ y അലൊക്കേറ്റ് ചെയ്യും. y ഏത് റേഷ്യോലാ ഓർമ്മയുണ്ടോ? y റേഷ്യോ എത്രയായിരുന്നു? 2:1:1:1. Let's do this. 2:1:1:1. എത്ര എമൗണ്ട്? ഇക്വേഷനിൽ ഡിറൈവ് ചെയ്ത എമൗണ്ട് ആണ് എഴുതാനായിട്ട് 990. സോ 990 നമ്മൾ എന്ത് ചെയ്യാണ്? അലൊക്കേറ്റ് ചെയ്യാം. 990 അലൊക്കേറ്റ് ചെയ്യാണ്. എങ്ങനെ അലൊക്കേറ്റ് ചെയ്യാക്കി ഒരെണ്ണം ഞാൻ ഇവിടെ എഴുതാം, ബാക്കിയുള്ള ഞാൻ പറയാം. 990 into 2/5. സോ 990 into 2/5 എടുത്തു. 396. 990 into 1/5 ഇവിടെ എത്ര വരും? 198. Again 198. 198. ഓക്കെ. ഇവിടെ രണ്ട് സ്ഥലത്ത് എത്ര കുറയ്ക്കേണ്ടത്? 700 അല്ല, നിങ്ങൾ എത്ര അലൊക്കേറ്റ് ചെയ്തത്? 898 ആണ് അലൊക്കേറ്റ് ചെയ്തത് അല്ലേ? സോ ഇവിടെ എത്ര റെഡ്യൂസ് ചെയ്യണ്ടേ? 898. ഇവിടെ 990 നിങ്ങൾ അലൊക്കേറ്റ് ചെയ്തു. സോ 990 നമ്മൾ അലൊക്കേറ്റ് ചെയ്തു. ഇവിടുന്ന് കുറച്ചിട്ട് ഇവിടേക്ക് അലൊക്കേറ്റ് ചെയ്തു, ഇവിടുന്ന് കുറച്ചിട്ട് ഇതിലേക്ക് അലൊക്കേറ്റ് ചെയ്തു. നോ ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും നോക്കൂ? 700 പ്ലസ് 198, 898 മൈനസ് 898, 0. 900 plus 89.8 minus 990. Let's say these റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഏകദേശം മൈനസ് 0.20 വരും. നെഗ്ലിജിബിൾ ആണ്, റൗണ്ടിങ്ങിന്റെ ആണ്. ശരി, ലെറ്റ്സ് സേ 0. ആൻഡ് ബാക്കിയുള്ള നമുക്ക് ആഡ് ചെയ്യാം. 2400 പ്ലസ് 179.0 പ്ലസ് 396, 2975. again ഞാൻ പോയിന്റ് എഴുതുന്നില്ല. 2100 പ്ലസ് 359.20 പ്ലസ് 190, 2657. എക്സാമിന് നിങ്ങൾ പോയിന്റ് എഴുതണം കേട്ടോ, 2 ഡിസിമിലെങ്കിലും കൃത്യമായിട്ടും. 269.40 പ്ലസ് 190, 1967. ദിസ് ഇസ് ദ അലൊക്കേഷൻ. ഇങ്ങനെ ചെയ്യുമ്പോൾ റിപ്പീറ്റഡ്, ഇതെന്താ ഈ മെത്തഡും മുമ്പത്തെ മെത്തഡും തമ്മിൽ എന്താ വ്യത്യാസം? മുമ്പത്തെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്ത് പോണം, കുറെ തവണ എഴുതി അവസാനമാണ് നമ്മുടെ ഫിഗറിലേക്ക് എത്തുന്നത്. എത്ര ഫിഗർ? 2975, 2657, 1967. ഇവിടെയും നമുക്ക് എത്ര തന്നെയാ? 2975, 2657, 1967. ബട്ട് മെത്തഡ് ഈസ് ഡിഫറെന്റ്. ഇത് ഒറ്റ സ്റ്റെപ്പില് കഴിഞ്ഞു. ഇത് എത്ര സ്റ്റെപ്സ് വേണ്ടി വന്നു നമുക്ക്? മൾട്ടിപ്പിൾ സ്റ്റെപ്സ് നമുക്ക് ഇവിടെ റിപ്പീറ്റഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തഡിൽ വന്നു. സോ സൈമിൾട്ടേനിയസ് മെത്തഡിന്റെ പ്രത്യേകത എന്താ? ഈസി ആയിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റണം. ആൻഡ് ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെയാണ് എല്ലാവരും എറർ വരുത്തുന്നത്. ഇവിടെ അലോക്കേറ്റ്, ഇവിടെ വരുന്ന എമൗണ്ട് 700 ആണ് വരിക. ആക്ച്വൽ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എത്രയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്? പക്ഷേ ഇക്വേഷൻ വഴി ഡിറൈവ് ചെയ്ത വാല്യൂസ് വേണം അലോക്കേറ്റ് ചെയ്യാനായിട്ട്. ഹോപ്പ് ദാറ്റ്സ് ക്ലിയർ. സോ ഇത്രയാണ് ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, ദിസ് ഇസ് എ ഡെമോ ക്ലാസ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ക്ലാസ് പർച്ചേസ് ചെയ്യുക. എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ഹെൽപ്പ് ഞാൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എനിക്ക് നമ്മൾ എപ്പോഴും കോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സബ്ജക്ട്സിനെ സിമ്പിൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക. ഒരുപാട് ബുദ്ധി ഉപയോഗിച്ചാലും പെട്ടുപോകും. സിമ്പിൾ ആയിട്ട് ആസ് എ ബിസിനസ് ഓണർ ഹൗ വിൽ യു സോൾവ് എന്നുള്ളതിലേക്ക്. അതുപോലെ നിങ്ങൾ ഏറ്റവും പ്രശ്നം ഫേസ് ചെയ്യുന്നത് മാത്സിന്റെ ഒരു പ്രശ്നം എല്ലാവർക്കും വരാറുണ്ട്. അതിനും എനിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഇഫ് ആ ഒരു പോർഷൻ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, ആ പർട്ടിക്കുലർ മാത്സ് അറിയില്ല, എനിക്ക് അറിയാം ഇത് മനസ്സിലാവുന്നില്ല, അപ്പൊ ഇവിടെ തന്നെ കുറെ പേർക്ക് ഈ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ മെത്തേഡിൽ കുറച്ച് പ്രശ്നം വരാനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ, ഐ വിൽ സോൾവ് ഇറ്റ്. സോ താങ്ക് യു എവരിവൺ.